Hallelujah. Thank you, Lord. Thank you, Jesus. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? How many of you are experiencing the presence of God? ഞാനിവിടെ പ്രീച്ച് ചെയ്യാൻ വന്നതിനേക്കാൾ കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത്, More than coming to preach here, I rejoice in this. ദൈവ സാന്നിധ്യം അനുഭവിക്കാനുള്ള ഒരു സ്ഥലവും കൂടെ ദൈവം ഒരുക്കി തന്നു. God has prepared one more place where I could experience His presence. പ്രസംഗിക്കുന്നതിനകത്തൊന്നും വലിയ കാര്യമില്ലെന്ന് ദൈവം എന്നെ പഠിപ്പിക്കുന്നു. The Lord is teaching me that there isn't a big deal in preaching. എവിടെ സാന്നിധ്യം ഉണ്ടോ അവിടെ പൊക്കോണം. But wherever there is presence, go there. സാന്നിധ്യം ഉള്ളിടത്ത് പൊക്കോണം. Where there is presence, move സാന്നിധ്യം there. അനുഭവിക്കുന്നവരെല്ലാം കരങ്ങളൊന്ന് സ്വർഗ്ഗത്തിലേക്ക് Those who are ഉയർത്തുക. experiencing the presence of God, lift up your hands towards the എനിക്കറിയാം heaven. പാസ്റ്റർ ഇമ്മാനുവേലിനെ കർത്താവ് ശക്തമായിട്ട് യൂസ് ചെയ്യുന്നു. I know that Pastor Emmanuel is being used powerfully by God. അഭിഷക്തൻ ശ്യാമിനെ കർത്താവ് അസാധാരണമായിട്ട് യൂസ് ചെയ്യുന്നു. Anointed servant of the Lord, Pastor Sham, is being used powerfully. ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടെ കള ഒരുക്കുന്നത് മറ്റൊരു ടീമാ. And before we come here, there is another team that prepares the ground. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു പദമുണ്ട്. I often preach and say this term. ഇവരില്ലെങ്കിൽ ഞാനില്ല. If they are not there, I am not there. കാരണം ആരാധനയ്ക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റാ. Because worship is that important. എത്ര പേര് ശരീരത്തിൽ ദൈവശക്തി അറിയുന്നുണ്ട്? How many of you are experiencing God's power in your body? ഞാൻ ഇരിക്കാൻ ശ്രമിക്കും, പക്ഷെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. I am trying to sit, but I am not able to sit. അത്രയ്ക്ക് ദൈവശക്തി ഇതിനകത്തുണ്ട്. That's the power of God operating in this place. ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ തൊടാൻ പോകുകയാണ്. Tonight God is going to touch you. ഹല്ലേലൂയ. Hallelujah. എല്ലാ കരങ്ങളും സ്വർഗ്ഗത്തിലേക്കൊന്ന് ഉയർത്തി Lift up all hands towards heaven. ഒന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ പോകും. And can you pray to God? കർത്താവേ, Lord, സാന്നിധ്യമില്ലാത്തൊരു മിനിറ്റ് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകരുത്. do not allow a single minute in our life where there is no presence. സാന്നിധ്യമില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്. If there is no presence, do not send us. സാന്നിധ്യമില്ലാത്തൊരു പ്ലേസ് ഞങ്ങൾക്ക് വേണ്ട. We do not need a place where there is no presence. സാന്നിധ്യമില്ലാത്ത ഒന്നും വേണ്ട. We do not need anything that does not have your presence. എന്തിനേക്കാളും വലുത് Above everything else അങ്ങയുടെ സാന്നിധ്യമാണ്. is your presence. ഹല്ലേലൂയ. Hallelujah. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. Let us all pray. ഓൺലൈനിൽ കൂടെ വാച്ച് ചെയ്യുന്നവർ പ്രാർത്ഥിച്ചു Those തുടങ്ങിയാട്ടെ. who are watching us online, start to pray. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്ന ദിവസം ഇന്നാ. In my ministry life, the most I got messages today. എന്തോ ആരെയൊക്കെ കർത്താവ് തൊടുന്നു. Because God is touching so many people. ഇവിടെ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ More than standing here, മീഡിയക്കകത്ത് ദൈവം ചിലരെ തൊടുകയാണ്. in media God is touching many. എന്തോ ഈ രാത്രിയിലും അതേ ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കും. Tonight the same power of God is operating. അഭിഷേകം കാര്യം തീരുമാനിക്കട്ടെ. Anointing is going to take decision. അഭിഷേകം കാര്യം തീരുമാനിക്കട്ടെ. Anointing is going to make decisions. അഭിഷേകം കാര്യം തീരുമാനിക്കട്ടെ. Anointing is going to make decisions. എല്ലാവരും ഒരുമിച്ച് ആ പദം ഒന്ന് ഉരുവിട്ടെ. Everyone, can you speak out? അഭിഷേകം കാര്യം തീരുമാനിക്കട്ടെ. Anointing is going to make decisions. പറ പറ പറ, വാ തുറന്ന് പറ. Open your mouth and say this. നീ അത് പറയുമ്പോൾ നിന്റെ വീടിനകത്ത് അഭിഷേകം കാര്യം തീരുമാനിക്കും. When you say this in your home, anointing will take decisions. അഭിഷേകം കാര്യം തീരുമാനിക്കും. Anointing will take decisions. ഇനി കാലഘട്ടത്തിന്റെ കാര്യങ്ങളെ തീരുമാനിക്കാൻ പോകുന്നത് അഭിഷേകമാണ്. Now the decision of time will be taken by anointing. രാജ്യത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് അഭിഷേകമാണ്. Anointing will control the nation. ഞാൻ ആത്മാവിൽ ഈ സെക്ഷനിൽ കാണുന്ന ചിലരുടെ ഭാഷകൾ മാറും. In my spirit I see some of your language will change. എന്തോ ആരുടെയൊക്കെ മേലെ ഒരു ഭയങ്കര ചലനം ഈ രാത്രിയിൽ സംഭവിക്കും. There is a powerful move happening upon some of you. ഇനി നിന്റെ കുടുംബത്തിന്റെ കാര്യം അഭിഷേകം തീരുമാനിക്കും. Now your family decision will be taken by anointing. ഒരച്ചാച്ചനും നിന്റെ കാര്യം തീരുമാനിക്കത്തില്ല. There is no achajan that needs to take a decision for you. അഭിഷേക കാര്യങ്ങളെ തീരുമാനിക്കും. Your anointing will take decisions.
എന്തോ ഞാൻ ആത്മാവിൽ ഒരു ഭയങ്കര കാഴ്ച കണ്ടോണ്ട് ഇത് പറയുന്നത്. I am seeing this powerful thing in the spirit. I'm saying this. ഓപ്പൺ ഹെവൻ അകത്ത് ഭാഷകൾ തിരിയട്ടെ. Under open heaven the language is changing. ഓപ്പൺ ഹെവൻ അകത്ത് നീ വായിച്ചത് വെളിപ്പെട്ട് വരട്ടെ. Under open heaven what you read is revealed. അന്യഭാഷ തിരിയട്ടെ, അന്യഭാഷ തിരിയട്ടെ. Let the tongues change. The tongues change. അന്യഭാഷകൾ മാറട്ടെ. Let your tongues change. നിന്റെ അന്യഭാഷകൾ യുദ്ധങ്ങളായി മാറട്ടെ. Now your tongues are going to become a war. പരസ്യത്തിൽ അന്യഭാഷ പറഞ്ഞ, അന്യഭാഷ പറഞ്ഞ. Speak out in tongues. 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 പട്ടണത്തിലേക്ക് അത് വാൾ പോലെ കയറട്ടെ. Let it move like a sword in the city. അന്യഭാഷ പറ, അന്യഭാഷ പറ. Speak in tongues. Speak in tongues. നിന്റെ ഫ്ലാറ്റിനകത്തേക്ക് അത് കയറുകയാ. Let it step in your flat. നിന്റെ സ്റ്റേറ്റിനകത്തേക്ക് അത് കയറുകയാ. It is stepping in your നിന്റെ state. കുടുംബത്തിനകത്തേക്ക് അത് കയറുകയാ. It is stepping in your family. ചില അഭിഷക്തന്മാർ അന്യഭാഷ തിരിയുകയാ. How the anointed, the tongues are changing for the anointed. ഒരു കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലെ As a powerful mighty wind. Pray. Come on, pray. ഈ പട്ടണത്തിന്റെ ഓരോ മുക്കിലേക്കും Every corner of the city. നിന്റെ അന്യഭാഷ കടക്കട്ടെ. Let your tongues move. അഭിഷേകം കാര്യം തീരുമാനിക്കട്ടെ. Let anointing start taking decisions. എത്ര പേര് ആ വാക്കിൽ, ആ പദത്തിൽ എത്ര പേർ വിശ്വാസം അർപ്പിക്കുന്നു? How many of you believe in this? അഭിഷേകം കാര്യം തീരുമാനിക്കുമെന്ന്. Anointing will decide. ആ പദം എത്ര പേര് പിടിക്കും ഇന്ന് How രാത്രി? many of you are catching this? അഭിഷേകം കാര്യം തീരുമാനിക്കും. Anointing is deciding. ഇനി നിന്റെ കാര്യം തീരുമാനിക്കാൻ പോകുന്നത് നീയല്ല. Now your situation will not be decided by you. ഒരച്ചാച്ചനും നിനക്ക് അതിരിടാൻ പറ്റത്തില്ല. No brother is going to put a boundary around നിന്റെ you. അഭിഷേകം അതിനെ ബൗണ്ടറി കടക്കാൻ പോകുക. Your anointing is going to overstep the boundary. എന്തോ ഇതിനകത്ത് അസാധാരണ ദൈവശക്തി മൂവ് ചെയ്യുക. Some supernatural power of God is moving in this place. അഭിഷക്തന്മാരെ കർത്താവ് തൊടുകയാ. The Lord is touching the anointed ones. നീ ഇവിടുന്ന് തിരിച്ചു പോകുന്നതാ. When you go back from here, എന്തോ നിന്റെ കയ്യിൽ ചില ആയുധങ്ങൾ കൈമാറി. you will receive some weapons. Receive it. There is an exchange happening. യേശുവിന്റെ നാമത്തിൽ അസാധാരണ anointing In the name of Jesus, supernatural anointing coming upon you. അസാധാരണമായി ദൈവചലതിനെ തൊടുകയോ. Come on, pray. The Lord is touching some of you supernaturally. ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. Let the presence move upon you. Presence of God upon you. പ്രാർത്ഥിച്ച ചിലരെ കടവ് തൊട്ടോണ്ടിരിക്കുക. Come on, pray. The Lord is touching you. ദൈവശക്തി ചിലതിനെ Supernatural power of God is touching you. He's touching you. He's touching you. He's touching you. എല്ലാവരും പറഞ്ഞ അഭിഷേകം കാര്യം തീരുമാനിക്കും. The anointing is taking decisions. Hope in ജീസസിന്റെ മേൽ അഭിഷേകം കാര്യം തീരുമാനിക്കും. And when anointing comes, hope in Jesus, the decision will be taken by anointing. അഭിഷേകം കാര്യം തീരുമാനിക്കും. Anointing will take decisions. ഭാരതത്തിന്റെ കാര്യം അഭിഷേകം തീരുമാനിക്കും. India's
things will be decided by anointing. ഭാരതത്തിന്റെ കാര്യം അഭിഷേകം The തീരുമാനിക്കും. decision of India will be in the hands of anointing. ഭാരതം എങ്ങനെ ചലിക്കണമെന്ന് അഭിഷേകം തീരുമാനിക്കും. How should India move will be decided by the anointing. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? How many of you are believing this? Shabababara shaharadaraba nesharata rakana haradaraba. ഒന്ന് ആത്മാവിൽ ഒന്ന് ആടി നിന്നേ. Can you move in the spirit? Can you shake in the spirit? Oh rabababara bababara daraba. Ma shahama mama mana. Yes. Yes, move in the spirit. He's touching you. He's touching you. ഇവിടുത്തെ വർഷിപ്പ് ടീം യാത്ര ചെയ്യാൻ തയ്യാറായിക്കൊള്ളാൻ ആത്മാവ് ഇടപെടുന്നു. Worship team, be ready to travel. The Holy Spirit is saying. എന്തോ നിങ്ങളെ പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലോട്ട് ദൈവം ചലിപ്പിക്കാൻ പോകുകയാണ്. From city to city, the Lord is moving you. എന്തോ ഒരു ഭയങ്കര മാറ്റം ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. There is some powerful change happening in this place. Yes. നിന്റെ വർഷിപ്പ് ഞാൻ ശ്രദ്ധിച്ചു. I was listening to your worship. ഞാൻ 6 മണിക്കൂർ റെഡി ആയിരുന്നിട്ട് ഞാൻ ഇങ്ങനെ തുറന്നു നോക്കില്ല ലൈവിൽ കൂടെ. For 6 hours I was ready and I opened the live and saw. ദൈവം എന്നോട് പറഞ്ഞൊരു പദമുണ്ട്. The Lord told me this. ഷെയ്ക്ക് ചെയ്യാൻ പോകുന്ന ചിലത് എഴുന്നേറ്റ് വരാൻ പോകുന്നു. Some who are going to shake are going to rise up. Shaba rasha thara. Oh raba rashtiri andara. നിങ്ങൾ എത്ര പേര് ഇതിനകത്ത് ഒരു അസാധാരണ ഡോർ തുറന്നു കിടക്കുന്നെന്ന് അറിയുന്നത്? How many of you are recognizing that there is a supernatural door that is open in this place? ഞാനിപ്പോൾ ഒരു വേറൊരു മെസ്സേജ് പ്രസംഗിക്കാനാണ് നിൽക്കുന്നത്. Right now I prepared a different message. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. But let me tell you one thing. തുറക്കപ്പെട്ട സ്വർഗ്ഗത്തിന്റെ കീഴിൽ Under open heaven, നീ എന്തു വായിച്ചോ what you read, നീ അത് കാണും. you will see that. Rasha baba barashakara. Yes. മത്തായി എഴുതിയ സുവിശേഷം 17:5 What Matthew wrote in 15:7. സ്വർഗ്ഗം തുറന്നെന്നൊരു പദം. Chapter 17 verse 5, the heaven opened. കൂടെ നിന്ന പത്രോസിന്റെ ചോദ്യം. And Peter who was with him asked this question. ഞാൻ 3 കുടിലടിക്കട്ടെ? Can I put on 2-3 tents? പത്രോസ് എന്നാ ചോദിച്ചേ? Peter, what did you ask? ഞാൻ 3 കുടിലടിക്കട്ടെ? Can I prepare 3 tents? എന്തിന്? For what? ഒന്ന് നിനക്ക്, First one for you, ഒന്ന് മോശയ്ക്ക്, one for Moses, ഒന്ന് ഏലിയാവിന്. one for Elijah. പത്രോസേ, Hey Peter, നിനക്കെങ്ങനെ how did you understand ഇവന്റെ കൂടെ ഇറങ്ങി നിൽക്കുന്നത് മോശയും ഏലിയാവും ആണെന്ന്? the one who is standing with him is Moses and Elijah തുറക്കപ്പെട്ട സ്വർഗ്ഗത്തിന്റെ കീഴിൽ under open heaven. Hey Rashakara Rishabababara. ആണ്ടുകൾക്ക് പുറകിൽ ജീവിച്ച മോശ, many years ago the one who lived Moses, ആണ്ടുകൾക്ക് പുറകിൽ ജീവിച്ച ഏലിയാവ്, many years ago Elijah who പക്ഷെ lived. തുറക്കപ്പെട്ട സ്വർഗ്ഗത്തിന്റെ കീഴിൽ ഇൻട്രൊഡക്ഷൻ വേണ്ട. Under open heaven there is no need to introduce. നിനക്ക് കാണുമ്പോഴേ പിടികിട്ടോ. When you see you will understand. വായിച്ചതെല്ലാം വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. Everything you read is going to be revealed. പറ, അഭിഷേകം കാര്യം തീരുമാനിക്കും. Anointing will decide. എല്ലാ കരങ്ങളും ഉയർത്തി പറ. Lift your hands up and say. നിങ്ങൾ ഈ പദം ആദരം തുറന്നു പറയുമ്പോൾ, when you say this, when you open your mouth and say this, ഇത് ചിലതിനെ കീറി പൊളിച്ചത് കയറിച്ചില്ല. this is going to break some boundaries and step in. Thank you Jesus. Thank you Jesus. Thank you Jesus. Open heaven. Open heaven. തുറക്കപ്പെട്ട സ്വർഗ്ഗം. Open heaven. ആരുടെയൊക്കെ മേൽ തുറന്നു കിടക്കുന്ന സ്വർഗ്ഗം. Upon some of you the heaven is open. നിയോഗങ്ങൾക്ക് വേണ്ടി ചിലതിനെ എഴുന്നേൽപ്പിക്കുന്ന, for some purpose the heaven that raises some. നീ വായിച്ചത് നീ കാണും. What you read you will see it. നീ റീഡ് ചെയ്തത് നീ കാണും. What you read you will see it. എന്നോട് ദൈവം വാക്ക് പറയാൻ പറയുന്നു. The Lord is asking me to say that again. നീ വായിച്ചത് കാണുന്ന കാലഘട്ടം. This is the time when you will see what you read. Thank you Jesus. Yes.
ആ നിൽക്കുന്ന നിപ്പിൽ ഒരു വാക്യം വായിക്കാൻ പോകും. While you're standing, let me read a verse. യെശയ്യാ പ്രവചനം Isaiah 6-ാം അധ്യായം chapter 6, 13-ാമത്തെ വാക്യം, verse number 13. ലാസ്റ്റിലത്തെ ചില പദങ്ങൾ. The last few parts. ഞാൻ ആ പദം വായിക്കുന്നു. I'm reading those portions. എങ്കിലും But yet, കരിമരവും കരുവേലകവും വെട്ടിയാൽ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. as a terebinth tree or as a oak whose stump remains when it is cut down, so the holy seed shall be its stump. എല്ലാവരും പറഞ്ഞേ ശേഷിക്കും. Say it will remain. ശേഷിക്കും. Say it will remain. അയ്യോ എന്നാ പദവാ. ഇവിടെ ഞാൻ പണ്ട് രാവിലെ പറഞ്ഞ കാര്യം നടക്കണ്ട. ശേഷിക്കും. And this is, it will remain. ഇരയെ കണ്ട സിംഹങ്ങൾ ഇതിനകത്തുണ്ടോ? Are there any lions that have seen the prey? ആ വചനം ഇരയാന്ന് തോന്നുന്നുണ്ടോ? Are you ready to look at that prey? ഞാൻ ശേഷിക്കും. I will remain. പറ ഞാൻ ശേഷിക്കും. Hey, say I will remain. എങ്ങനെ ശേഷിക്കും? How will you remain? വെട്ടിയിട്ടാലോ Even if you are cut down, ഞാൻ ശേഷിക്കും. you will still remain. പിടിച്ചെങ്കിലിരുന്നു. If you caught your prey, you can sit down. ആ ദൂതനെ പിടിച്ചെങ്കിലിരുന്നു. If you caught the word, you can sit down. ഭയങ്കര വേടാ നമ്മൾ വായിച്ചത്. This is a very powerful word that we read. ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഡാൻസ് ചെയ്ത് പ്രസംഗിക്കുന്ന വചനമാണ്. This is a verse in which I dance in the spirit and preach. കാരണം അങ്ങനെ ഡാൻസ് ചെയ്ത് പ്രസംഗിക്കാൻ പറ്റുന്നിടത്തേ ഞാനത് പറയാറുള്ളൂ. Because we only share this verse where I could dance and preach. ഇത് 2021 ഈ ദൂതന്റെ അകത്ത് ദൈവം തരുന്നത്. 2021 is when the Lord gave me this revelation. ശേഷിപ്പ്. What is remaining? എല്ലാവരും മുഖത്തോടെ മുഖം നോക്കി പറ ശേഷിപ്പ്. Look at each other's face and say, what is remaining? ഇത് 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 ഭയങ്കര പവറുള്ള വേടാ. This word is very powerful. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? Look at this portion where it says, വെട്ടിയാലും even if it is cut down, ശേഷിക്കും. it remains. ഞാൻ പറഞ്ഞില്ലേ, ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ എൻ്റെ അകത്തൂടെ കയറിപ്പോയ ജനറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചില മെസ്സേജുകളുണ്ട്. During lockdown time, related to generation, a lot of messages the Lord gave to me during lockdown. ലോക്ക്ഡൌണിലെ എനിക്കും ജനറേഷൻ ഉണ്ടായി. In lockdown, I too have a generation. എന്നിട്ട് എൻ്റെ അകത്തൂടെ കയറിപ്പോയ മെസ്സേജും അങ്ങനായിരുന്നു. But the message that came through me was in the same way. അതിനകത്ത് ദൈവം എന്നോട് ഇടപെട്ട ഒരു ശബ്ദത്തിനകത്തു നിന്നാണ് ഈ ദൂത് പുറത്തു വരുന്നത്. And the Lord spoke to me in a voice, and that's from where this revelation comes. തമ്പുരാൻ എന്നോട് പറഞ്ഞൊരു പദം ഇതായിരുന്നു. This is what the Lord told me. എല്ലാ ഉണർവിന്റെ കാലഘട്ടത്തിലും, during the time of each and every revival, എല്ലാ റിവൈവലിനു മുമ്പും, just before every revival, ദൈവം ഒരു ശേഷിപ്പിനെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. the Lord rose up what remained. Hallelujah. Yes. ഞാൻ ഇതിനകത്ത് നിൽക്കുമ്പോൾ, while I'm standing in here in this place, ഞാൻ ഇതിനകത്ത് ഇരിക്കുന്നവരെ ഒരു ശേഷിപ്പായിട്ടാണ് കാണുന്നത്. I see you as a remain. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? Are you with me? ഞാൻ ഡയറി ഒന്നും തുറന്ന് ഒരിക്കലും പ്രസംഗിച്ച ചരിത്രമില്ല. In the history I've never opened the diary and preached. എനിക്ക് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് പരിശുദ്ധാത്മാവിന്റെ അകത്ത് പറഞ്ഞു. But the Holy Spirit is telling me to tell you some things about this. എല്ലാ കാലഘട്ടത്തിലും, in every era, every time, ദൈവം, the Lord, ഒരു ശേഷിപ്പിനെ മാറ്റി വെക്കും. will separate a remain. Remnant. നമുക്ക് അതിനൊരു പദം കൊടുക്കാം. And let us give that a term. ഞാൻ ഹോപ്പ് ഇൻ ജീസസിന് അകത്തിരിക്കുന്ന സകലതിനെ വിരൽ ചൂണ്ടി പറയുന്നു. And I point to everyone who's sitting in hope in Jesus. You are a remnant generation. You are a remnant generation. നിന്റെ സ്റ്റേറ്റിലെ റെമനന്റ് നീയാ. You are the remnant of your state. നിന്റെ വീട്ടിനകത്തെ റെമനന്റ് നീയാ. In your home you are that remnant. ഹോറിയ കസ്മി. ചില ദൈവം ഭയങ്കരമായിട്ട് നിങ്ങളെ തൊടാൻ പോവുക. The Lord is going to touch some of you very powerfully. ചങ്കത്തെ കൈവച്ച് പറയണം, ഈ തലമുറയുടെ ശേഷിപ്പാ ഞാൻ. Put your hands on your heart and say, I am the remnant of this generation. അങ്ങൊരു ശേഷിപ്പാ. And you are a remnant.
നിന്റെ കുടുംബത്തിൽ ഒരു ശേഷിപ്പാണ്. You are a remnant in your family. നീ ശേഷിപ്പാണോന്ന് എങ്ങനെ അറിയാം? How do you know that you are a remnant? നിനക്ക് വെട്ടുകൊണ്ടിട്ടുണ്ടാകാം. You have received a cut. പ്രതീക്ഷ അറ്റുപോയിട്ടുണ്ടാകാം. And your hopes have been extinguished. സാധ്യതയില്ലെന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. And you thought there is no hope. പക്ഷേ ഇന്നിവിടെ നിൽക്കുന്നതിന്റെ കാരണം you are a remnant. But the reason you are here is because you are a remnant. Shababara shakara. Neshine derehide. ഭാഷ ഞാൻ ഭാഷക്ക് നന്ദിയോ വന്ദനോ ഒന്നും പറഞ്ഞില്ല. Pastor, I did not say thanks to you. അതുപോലെ പ്രസൻസിനകത്ത് വന്നിരിക്കുമ്പോൾ ഞാൻ എന്നാ പറയാനാ? Because what to say when you are filled in such a presence? Love you, man of God. We love you, man of God. നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നേനല്ലേ? We thank you for this opportunity. Thank you, love you so much. We love. ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പ്രസംഗിച്ചിട്ട് അങ്ങ് പോയേനെ. So if the presence of God was not there, we would have just shared and left. എല്ലാ കാലഘട്ടത്തിലും During all this time, ദൈവം ഒരു ശേഷിപ്പിനെ മാറ്റിവെക്കും. the Lord separates a remnant. ഞാൻ ഈ ജനറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള മെസ്സേജിലേക്ക് ദൈവം എന്നെ വിടുമ്പോൾ, when the Lord sends me to this generation based message, ദൈവം എന്നോട് പറഞ്ഞൊരു പദം ഇതാണ്. This is the term that the Lord told me. എല്ലാ കാലഘട്ടത്തിലും during every era, ഒരു ജനറേഷൻ മറ്റൊരു ജനറേഷനോട് കണക്റ്റഡ് ആയിരിക്കും. One generation is connected to a different generation. സ്വപ്നം വഹിക്കുന്ന ഒരു ജോസഫ് ജനറേഷൻ ഉണ്ടെങ്കിൽ ഓർത്തോണം, അപ്പന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു ബെന്യാമിൻ ജനറേഷൻ എഴുന്നേറ്റ് വരും. If there is a Joseph generation that sees dreams, there will be a Benjamin generation that will carry the dream of the father. Hallelujah. എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു വാക്ക് ഞാൻ പറയാം. Now here this is what you need to recognize. സ്വപ്നമുള്ള ജോസഫ് ഉണ്ടെങ്കിലേ അപ്പന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന ബെന്യാമിൻ വരുത്തുള്ളൂ. Only if there is a dream seeing Joseph, then only Benjamin who is in the heart of the father will be revealed. വിശ്വാസം പറയുന്ന ഒരു യോശുവ ഉണ്ടെങ്കിലേ മലകളെ വെട്ടിപ്പിടിക്കുന്ന കാലേബ് വരുത്തുള്ളൂ. If the faith says if there is a Joshua, then only a Caleb who cuts down the mountain will come. എപ്പോഴും ഒരു ജനറേഷൻ അടുത്തൊരു ജനറേഷനോട് കണക്റ്റഡ് ആയിരിക്കും. Always there is one generation which is connected to a different generation. ഹലോ, ഇതെങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. I don't know where this is going. പക്ഷെ ഞാനൊരു ദൂത് പറയാം. But let me share a revelation. എല്ലാവരുടെയും ഗർഭപാത്രം അങ്ങ് തുറന്നിട്ടേരെ. Let all of you open your wombs. ഇന്ന് ചിലതിനെ ഗർഭം ധരിച്ച ഇതിനകത്തൊന്നും ഇറങ്ങാം. Some of you are going to be impregnated before you leave this place. ഇന്ന് എന്തെങ്കിലും ഒന്ന് ഗർഭം ധരിച്ച, Tonight if you get impregnated, Rasha Baba Barasha Thara Me Shikere Hiridirive Me Jamana Haramana. ഒരു ജനറേഷൻ ഒന്നിനോട് കണക്റ്റഡ് ആയിരിക്കും. One generation will be connected to the next generation. മോശ എന്ന് പറയുന്ന ജനറേഷൻ ഒരിക്കലും യോശുവയോടല്ല കണക്റ്റഡ് ആയത്. The Moses generation was connected with Joshua generation. Moses generation connected to Elia generation. Moses generation was connected to Elijah generation. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? Are you with me? വേദപുസ്തകത്തിന് രണ്ട് സ്ട്രീമാണുള്ളത്. In the Bible there are two streams. ഒന്ന് മോസസിന്റെ സ്ട്രീമും രണ്ട് ഏലിയാവിന്റെ സ്ട്രീമും. One is the stream of Moses, the second one is the stream of Elijah. അതുകൊണ്ടാണ് നസ്രായൻ വന്നപ്പോൾ ഈ രണ്ടെണ്ണം അപ്പുറത്തും ഇപ്പുറത്തും വന്നത്. That is when the Nazarene, the Jesus came, these two got separated. They were on the two sides. നമ്മൾ ഇങ്ങനെ ഒന്ന് പോയിട്ട് നമ്മളെ ദൂതി കയറാനാ. And we are going to step into the revelation. ഇവർ രണ്ടുപേരും രണ്ട് കരയിൽ നിൽക്കുന്ന സാധ്യതകളാണ്. Here there are possibilities of both of them on two different shores. മോശ നിൽക്കുന്നത് യോർദാൻ അക്കരയാണ്. Moses is standing on the other side of Jordan. ഏലിയാവ് നിൽക്കുന്നത് യോർദാൻ ഇക്കരയാണ്. Elijah is standing on this side of this shore of Jordan. ഉണ്ടോ എൻ്റെ കൂടെ? Are you with me? ഒരു ജനറേഷൻ യോർദാൻ ക്രോസ് ചെയ്ത് അക്കരെ കയറി. One generation crossed Jordan and went to the other shore. ഒരു ജനറേഷൻ യോർദാൻ ഇക്കരെ നിന്നിട്ട് യോർദാൻ അക്കരെയുള്ളത് കാണുകയാണ്. And another generation is still on this side of Jordan and seeing what is on the other side. കാലം അങ്ങോട്ട് കഴിഞ്ഞപ്പോ, and when the time passed, ഒരുത്തൻ കാലഘട്ടത്തെ കീറി ഇറങ്ങി വന്നു. one who tore through the era stepped in. അവൻ യോർദാന്റെ അക്കരയും പോയില്ല, യോർദാന്റെ ഇക്കരയും പോയില്ല, യോർദാന്റെ നടുവിലോട്ട് വന്നു നിന്നു. He did not go
to that side of Jordan or this side of Jordan. He came and stepped right in the middle of Jordan. എന്തിനാണെന്നറിയാവോ? Do you know why? ഈ രണ്ട് ജനറേഷനെ ഒരുമിച്ച് വഹിക്കാൻ. To carry these two generations together. എന്തോ ദൈവം എന്നോട് പറയുന്നു. This is what the Lord is telling. ഒരു കഴുകൻ ചിറക് വിരിച്ചു നിൽക്കുന്നത് പോലെ As an eagle spreads its wings, ഇന്ന് ഇതിനകത്ത് കഴുകൻ ചിറക് വിരിച്ചു നിൽക്കുകയാണ്. today an eagle is ഒരു ready. ന്യൂ ജനറേഷനെ പൊക്കാനല്ല, Not to lift up two ഈ generations, രണ്ട് ജനറേഷനെ ഒരുപോലെ നിർത്താൻ. but to keep the two generations together. എത്ര പേര് ഇതിനെ തിരിച്ചറിയുന്നുണ്ട്? How ഇതിനകത്ത് many of you are recognizing this? ദൈവം എന്നോട് വളരെ ശക്തമായിട്ട് പറയുന്നു. The Lord is telling me very powerfully. ജനറേഷൻ എഴുന്നേറ്റ് വരാൻ A പോകുകയാണ്. generation is going to rise up. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി. If you believe, you can lift your hands up. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോണം. Listen to this very carefully. ഐസക് ജനറേഷൻ. There is Isaac generation. ഇവർ ഓരോരുത്തരുടെ അകത്ത് ദൈവം ഇട്ടത് വ്യത്യസ്തമാണ്. What the Lord put inside each one of them is very different. പുള്ളിക്കാരൻ എവിടെ പോലും കിണർ കുത്തി നടക്കും. And wherever he goes, he will dig a well. ജേക്കബ് ജനറേഷൻ പുള്ളിക്കാരൻ എവിടെ പോലും പില്ലർ വെച്ച് നടക്കും. Jacob generation, wherever he goes, he'll set up a pillar. ഏബ്രഹാം എവിടെ പോലും ടെന്റ് അടിച്ചു പോകും. Abraham, wherever he goes, he'll set up a tent. പക്ഷെ ഇങ്ങോട്ട് കാലഘട്ടം അങ്ങോട്ട് മാറിയപ്പോ, But when the time changed, ഈ കാലഘട്ടത്തിനിടയിൽ കൂടെ ചില കൈകൾ കയറി വന്നു. and through the generations, some hands came up. എങ്ങനെങ്കിലും പറ. ഇടയിൽ കൂടെ നുഴഞ്ഞു കയറി. Right from the middle of all of them, it slithered and came up. ഒരുത്തൻ നുഴഞ്ഞു കയറി ചേട്ടന്മാരെ അന്വേഷിക്കാൻ ചെന്നതാ. One just went through them and wanted to find his brothers. എന്റെ കൂടെ ഉണ്ടോ ആരെങ്കിലും? Are you with me? ഇത്രയും ശക്തമായിട്ട് ട്രാൻസ്ലേറ്റ് കൂടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പോകഞ്ഞേ. ബ്രോ സൂപ്പർ. ചേട്ടന്മാരുടെ കാര്യം അന്വേഷിക്കാൻ പോയതാ. And he went to inquire about his brothers. പുള്ളി ഇങ്ങനെ ഡാൻസ് ഒക്കെ പാടി ആടിക്കളിച്ച് അങ്ങോട്ട് ചേട്ടന്മാർക്കുള്ള ഫുഡും കൊണ്ട് അങ്ങോട്ട് പോയെ. And this guy is dancing and rejoicing, and for his brothers he's taking പുള്ളി തിരിച്ചു വന്നപ്പോൾ ഗോലിയാത്തിന്റെ തലയും കൊണ്ടാ വന്നേ. But when he returned, he came with the head of Goliath. ഇതിനകത്ത് ഞാൻ ആരെയൊക്കെ കാണുകയാ. And the Lord is seeing some of you here. നീ തിരിച്ചു പോകുന്ന ചിലതിനെ കൊണ്ട് When you go back, you will take the head of Goliath. എനിക്കറിയത്തില്ല ദൈവം എന്നോട് ഇടപെടുന്നു കേട്ടോ. I don't know, the Lord is speaking നീ powerfully. ചിലതിനെ കൊണ്ട് പോകാൻ പോകുകയാ. And you are going to take some things and go back. Rim shahara darabara shikir. Etana hamama. എനിക്ക് സാന്നിധ്യം വന്നാൽ പിന്നെ ഇങ്ങനെ നിന്നൊന്നും പ്രസംഗിക്കാൻ അറിയത്തില്ല. ആരും വിഷമിക്കരുത്. And once I get the power, I can't just stand and preach. Do not be worried. ഇന്ന് ഇതിനകത്ത് എന്തെങ്കിലും ഒരു പകർച്ച നടക്കും. And some impartation is going to happen in this place. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആടി നിൽക്കുന്നതെന്നറിയോ? Do you know why I'm moving and standing like this? അയ്യോ, ഇന്ന് രാവിലെ കളക്കാൻ പോയിട്ട് വന്ന അപ്പന്റെ മോനാ ഞാൻ. Because I'm the father's son who I'm a farmer's son. 9th ക്ലാസ്സിൽ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത വീട്ടിൽ ജനിച്ച ആളാ ഞാൻ. And I could not afford 9th standard education. വീട്ടിലെ സാഹചര്യം കൊണ്ട് 144 പത്രം അറിയാൻ പോയ മനുഷ്യനാ ഞാൻ. And in my family situation, I was newspaper boy. I was distributing newspaper. അതിനകത്തുനിന്ന് കിട്ടുന്ന കാര്യം കൊണ്ട് രക്ഷയില്ലെന്ന് മനസ്സിലായപ്പം റബ്ബർ ഷീറ്റ് കഴുകാനും കഴുകിയ ഷീറ്റ് എടുത്ത് പുകപ്പരക്കകത്തും വിരിക്കാനും പോയ മനുഷ്യനാ ഞാൻ. And even because that was not enough, I am a person who was selling the rubber sheets. ഒരു ദിവസം, but one day, ഇങ്ങനെ ആടി ചർച്ചിലോട്ട് പോയതാ. I was dancing and going to the church. തിരിച്ചു വന്നപ്പോൾ ഗോലിയാത്തിന്റെ തലയല്ല അഭിഷേകം കൊണ്ടാ വന്നത്. When I came back, I came with anointing. ആരെയൊക്കെ ഇതിനകത്ത് കർത്താവ് തൊടാൻ പോകുകയാ. The Lord is touching some of you in this place. കർത്താവ് ചിലതിനകത്ത് തൊടുകയാ. The Lord is touching some of you. ഇന്ന് രാത്രികാലം നീ ഒരു ശേഷിപ്പാണെങ്കിൽ, tonight if you are a remnant, shabara shakara, ഞങ്ങളൊക്കെ എങ്ങനെ വന്ന് മസിൽ പിടിച്ചു നിൽക്കും? so we hold the muscles and stand. എന്നോട് പാസ്റ്റർ പറഞ്ഞു ആ റൂമിനകത്ത് ഇരിക്കാൻ. And pastor told me to sit in that room. പാസ്റ്ററിനെ അങ്ങ് ഹോണർ ചെയ്യുക.
Pastor was honoring me. ഇവിടെ ആരാധന നടക്കുമ്പോൾ ഞാൻ അതിനകത്തിരുന്ന് എങ്ങനെ റെഡിയാവും? When the worship is happening here, how can I sit in there and be ready? എന്താ പ്രശ്നമെന്ന് അറിയാവോ? Do you know what the problem is? അയ്യോ, ചേട്ടന്മാർക്ക് അപ്പം കൊണ്ട് പോയതാ, തിരിച്ചു വന്നപ്പോൾ അർഹത ഇല്ലാത്തതാ വീഴുന്നത്. He went with bread for his brothers, but when he comes back, something falls upon him which he is not worthy of. അങ്ങനെ ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരാൻ പോകുകയാ. Such a generation is going to rise in this place. ആരുടെയൊക്കെ മേൽ അർഹതയില്ലാത്ത ചിലത് വീഴുകയാ. Upon you something is falling for which you are not worthy of. Come on, church. Come on. Resha babara shakara. Generation based ആയിട്ടുള്ള ഒത്തിരി ദൂതുകൾ ദൈവന്റെ അകത്തേക്ക് കിട്ടും. There are many revelations that the Lord gave me based on generation. ഞാൻ അങ്ങനെ ഈ ദൂതുകളെല്ലാം എൻ്റെ അകത്ത് ഇങ്ങനെ ആത്മാവിൽ കണ്ട് ഞാൻ ഇതിനെയൊക്കെ ചെറുതായിട്ട് പ്രീച്ച് ചെയ്യാൻ തുടങ്ങി. So in the spirit I started to see these revelations, and in a small way I started to preach about those. ഞാൻ ഈ ബൈബിള് ഇങ്ങനെ വായിക്കുക എന്നുള്ളൊരു ശീലമാണ്. This Bible I just read and I'm used to that. ഇത് വായിച്ച് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് വായിച്ച് From front to back as I read and read and read. എനിക്ക് പിന്നെ അങ്ങ് തോന്നി നീ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വരാം. And then I just felt like reading from the back to the front. അങ്ങനെ ഞാൻ മലാക്കിയിൽ തുടങ്ങി. Then I started from Malachi and came back. പുറകോട്ട് വായിക്കാൻ തുടങ്ങി. I started reading backwards. അന്ന് കത്തിയൊരു വേടാണ് ശേഷിപ്പ്. And that time this root that started to burn, that was remnant. ശേഷിപ്പ് എന്ന് പറയുന്ന വാക്കിന്റെ ഇത്രയുള്ള അർത്ഥം. The word remnant means this. ഏതെങ്കിലും സൈഡിൽ വെട്ടുകൊണ്ട ഒരാളാണ് നീ എങ്കിൽ, if you are a person who got cut from any side, ഇനി സാധ്യതയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, and if someone said there is no possibility, ആ നിന്നെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, and I am looking at that person, നീ ശേഷിപ്പാ, you are a remnant. നമ്മൾ വായിച്ച വാക്യം അതാ. That's the verse that we read. കരുവേലകവും terebinth. എന്നാ പിന്നെ നമുക്ക് കരുവേലകം വേണ്ട, നമുക്ക് മനസ്സിലാവുന്ന വല്ല മരം പറയാം. ആ മരം വെട്ടിയാലും, even if the tree is cut down, അതിന്റെ കുറ്റി ശേഷിക്കും. its stem is remnant. ജോസഫ് കണ്ടൊരു സ്വപ്നമുണ്ട്. The dream that Joseph saw was this. ഒറ്റ സ്വപ്നം ഞാൻ പറയാം. And there is just one dream that he saw. ആ സ്വപ്നം ഇങ്ങനാ. And this is what the dream is. എന്റെ കറ്റ നിൽക്കും. My staff will remain. പക്ഷെ നിങ്ങൾ കിടന്ന് എന്നെ നമസ്കരിക്കും. But you will bow down and worship and honor me. ഞാൻ ഈ ചിലത് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. And when I read some of those portions, I cannot move forward. ആ സ്വപ്നം ഒരു വല്ലാത്ത സ്വപ്നമല്ലേ? That dream is a weird dream. എന്താ പറഞ്ഞേ? What did he say? എന്റെ കറ്റ നിൽക്കുമെന്ന്. My staff will stand. My stock will stand. എന്റെ മമ്മിയുടെ വീട് ആലപ്പുഴ ആയോണ്ടേ, because my mother's home is in Alappuzha. ഈ കൊയ്ത്തും കറ്റയൊക്കെ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഈ പദം എന്നെ വല്ലാതെ അങ്ങ് പിടിച്ച്. And because I am familiar with the harvest and the stock, I really like this portion. ഇദ്ദേഹത്തിന് സ്വപ്നം നോക്കണേ, എന്റെ കറ്റ നിൽക്കുമെന്ന്. And look at what he's saying. He's saying my stock will stand. ഞാൻ ജോസഫിനോട് പറഞ്ഞു, ഇത് അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന വാക്കല്ലല്ലോ. And I told Joseph it is hard to believe this. കാരണം ഞാൻ കറ്റ കണ്ടിട്ടുണ്ട്. Because I have seen a stock. ഞാൻ കതിര് കണ്ടിട്ടുണ്ട്. And I have seen sheaf. ഇതെല്ലാം കണ്ടിട്ടുള്ളത് കൊണ്ട്, and even though I have seen all of this, ഞാൻ എൻ്റെ പ്രാർത്ഥനാ റൂമിൽ എനിക്ക് മനസ്സിലായി, and in my prayer room I understood this, ഇവന്റെ സ്വപ്നം ഒന്നര സ്വപ്നമാ. his dream is an amazing dream. കാരണം എന്നാന്നറിയോ മാനുവലേ? Do you know why? ഞാൻ എൻ്റെ ആയുസ്സിൽ ഇന്ന് വരെ കറ്റ കിടക്കുന്നേ കണ്ടിട്ടുള്ളൂ. In my life I have only seen the stock laying flat on the ground. ഞാൻ ഈ പറയുന്ന വേർഡുകൾ ഇദ്ദേഹത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ എന്നാൽ ആവശ്യത്തെ ഞങ്ങൾ മിന്നും. But in anointing നമ്മൾ മിന്നും. We will shine in the anointing. ഈ കറ്റ എന്ന് പറയണമെങ്കിലേ, when I say stock, വെട്ടുകൊള്ളണം. you need to be cut. A stock can only appear when it is cut. തീർന്നില്ല. And it's not over. കറ്റ എന്ന് പറയണമെങ്കിൽ അടുത്തൊരു കാര്യം കൂടെ നടക്കണം. And when you say stock, another thing has to happen. കെട്ട് വീഴണം.
It has to be tied up. It has to be bound, tied up. കറ്റ എന്ന് പറയണമെങ്കിൽ ഒന്ന് അടിയിൽ വെട്ട് വീഴണം. When we say stalk, number one, for a stalk to happen, it has to be cut from the bottom. കറ്റ എന്ന് പറയണമെങ്കിൽ നടുവിൽ കൂടെ ഒരു കെട്ട് വീഴണം. And then right from the middle, it also has to be tied. പക്ഷെ ജോസഫ് പറയുകയാ, But Joseph is saying, എന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കും. my stalk will stand straight. ദൂത് പറയാ, And let me share the revelation. വെട്ടിയിട്ടാലും Even if it is cut, കെട്ടിയിട്ടാലും, even if it is tied, ആര് പിടിക്കുന്ന രാത്രിയിലെ ദൂതിനെ? who will catch this revelation? വെട്ടിയിട്ടാലും, Even if it is tied, കെട്ടിയിട്ടാലും, even if it is cut down, ഞാൻ എഴുന്നേറ്റ് നിൽക്കും. I will stand strong. Eh, shabababara shekeri. Rima nahara mama mana. Praise the daraba. വെട്ടുകൊണ്ടവരിനകത്തുണ്ടോ? Are there people in here who have വെട്ടിയിട്ട received പോലെ cuts? തോന്നുന്നവരിനകത്തുണ്ടോ? Have you been cut down ഇന്ന് or രാത്രി tied നിന്റെ down? ദിവസമാ. Tonight is your night. നീ എഴുന്നേറ്റ് നിൽക്കാൻ You പോവുക. are going to stand up. Eh, shababara hara daraba. എന്തോ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. The Holy Spirit is telling me, വെട്ടുവിട്ടാലും, even if it is cut, കെട്ടിയിട്ടാലും, even if tied down. വെട്ടുന്ന എന്തിനാന്നറിയാമോ? Do you know why it is cut? വീഴ്ത്താനാ. To make it fall. കെട്ടുന്ന Do you എന്തിനാന്നറിയാമോ? know why it is tied? മെതിക്കാനാ. To crush it. പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ഇടപെടുന്നു. The Holy Spirit is, ഒരു ജനറേഷൻ റൈസ് ചെയ്യാൻ പോവുകയാ. a generation is going to rise up. പിശാചാ നീ കെട്ടിയാലോ, Devil, even if you tied, നീ വെട്ടിയാലോ, even if you cut down, ഒരു ജനറേഷൻ എഴുന്നേറ്റ് a വരും. generation is going to rise up. Come on, church. Come on. അതാ ശേഷിപ്പ്. And that is a remnant. അതാ ശേഷിപ്പ്. That is a remnant. നിങ്ങൾ ശേഷിപ്പാ. You are a remnant. Yes. Yes. Rikaraha baba bara shababa. Digere bebe bebe. നീ റെമനന്റ് ആണോ എന്ന് എങ്ങനെ അറിയാം? How do you know you are a remnant? വെട്ട് കൊണ്ടിട്ടുണ്ട്, You have received, you have been cut down, മുറിഞ്ഞിട്ടുണ്ട്, you have been wounded, കെട്ടിയിട്ടിട്ടുണ്ട്, you have been tied down, ഇയറുകൾ വല്ലാതെ ബ്ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. and you have been blocked around you. പക്ഷെ നീ ശേഷിപ്പാണെങ്കിൽ, But if you are a remnant, ഹേ, ഒരു മുള വരും, ഒരു മുള വരും. a small sprout will come out. ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ഞാൻ ഈ ഹോപ്പ് ഇൻ ജീസസിനെ കാണുന്നത് In this Bangalore city, when I see hope in Jesus, ഒരു ശേഷിപ്പ് എഴുന്നേറ്റ് വരുന്നതായിട്ട്. a remnant is rising up. Shabara shakara. എന്റെ കൂടെ നിങ്ങളുണ്ടോ? Are you with me? ഈ ഞങ്ങൾ ഈ ദൈവസാന്നിധ്യം വരുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആടുകയും. It is because the presence of God comes, we start to move like this. നാളെ ടിക്കറ്റ് എടുക്കണ്ടായിരുന്നു, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടൊക്കെ പോയേനെ. If that ticket I should not have taken. വരുന്നതൊക്കെ ഇത് 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 ഇല്ല, പണ്ടാരാ പറഞ്ഞത് മിന്നൽ വന്നിട്ട് പോകും, Someone said the lightning will come and go, മുഴക്കം പുറകിനാ. but the sound comes later on. You see the lightning first, but the thunder echoes ശംഖത്തോട്ട് later on. കൈവച്ച് പറഞ്ഞേ, Put your hands on your heart. വെട്ടിയിട്ടാലും So even if I'm cut down, കെട്ടിയിട്ടാലും even if I'm tied down, അണ്ണാ എഴുന്നേറ്റ് നിൽക്കും. I will stand up. Resha baba baba rashikir. പ്രൊഫറ്റിക്കലി മൂവ് ചെയ്യണം. Move prophetically. ഇന്ന് നിന്റെ മേൽ കിടക്കുന്ന മുഴുവൻ അടിയോ, Today every beating that you receive, എല്ലാ ബ്ലോക്കും അഴിയോ, every blockage will be എല്ലാ removed. പരിധിയും പൊളിയോ. Every boundary will be ഇവിടെ നിന്ന് broken. നീ ഒരു കാറ്റ പോലെ എഴുന്നേറ്റ് പോകാൻ From പോകുക. today you will stand up like a stalk. Shava rashathara. Resh heredereve. Rajdiriada nahara daraba. നമുക്ക് മെസ്സേജിലേക്ക് കയറാം. Now we are going to step into the message. നിങ്ങൾ ബൈബിൾ വായിച്ചാൽ, When you read the Bible, ബൈബിളിൽ ദൈവം എല്ലാ അധ്യായത്തിലും, in every chapter, ദൈവം എവിടെങ്കിലും കൊണ്ടിട്ടൊരു പദം പറയും, ഒരു ശേഷിപ്പ് എഴുന്നേറ്റ് വരും. somewhere there will be a term that says a remnant will come up. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു, All prophets said this.
ഒരു ശേഷിപ്പ് എഴുന്നേറ്റ് വരും. A remnant is rising up. അങ്ങനെയാണെങ്കിൽ ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് നിന്ന്, If that is the case in the city of Bangalore, ആത്മാവിൽ വിളിച്ചു പറയുന്നു, let me declare in the spirit, ഒരു ശേഷിപ്പ് ഈ പട്ടണത്തിൽ എഴുന്നേറ്റ് വരും. a remnant will rise up in this city. വിശ്വസിക്കുന്ന എത്ര പേര് How ഇതിനകത്തുണ്ട്? many of you are believing this? ഒരു ശേഷിപ്പ് ഈ പട്ടണത്തിൽ എഴുന്നേറ്റ് A വരും. remnant will rise from this ഒരു city. ശേഷിപ്പ് ഈ പട്ടണത്തിൽ A എഴുന്നേറ്റ് വരും. remnant will rise from this അത് city. വിശ്വസിക്കുന്നവർ ഒരുമിച്ചാണ്. Those who are believing that together. ശേഷിപ്പിന് 3 അർത്ഥമാണുള്ളത്, 3 റൂട്ടാണ് ശേഷിപ്പിനുള്ളത്. Remnant has 3 root meanings. ശേഷിപ്പ് എന്ന പദത്തിന്റെ ഒന്നാമത്തെ അർത്ഥം, The term remnant, the first meaning is സെപ്പറേറ്റഡ് പീപ്പിൾ. it's the separated people. വേർതിരിച്ച് മാറ്റി നിർത്തിയവർ. People that have been separated. രണ്ടാമത്തെ അർത്ഥം, The second meaning, അടയാളപ്പെടുത്തിയവർ. people who have been marked. മൂന്നാമത്തെ അർത്ഥമാണ് എനിക്ക് ഇഷ്ടം. The third meaning is what I like. ഓവർകം ചെയ്തവർ. Those that have overcome. എന്തിനെ ഓവർകം ചെയ്തവർ? Overcame what? വെട്ടിയിട്ടിട്ട് എഴുന്നേറ്റ് വന്നവർ. Even though they were cut down, they rose up. അടച്ചിട്ടും തുറന്നു വന്നവർ. Even though they were closed, they opened and came out. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിക്കുന്നത്, If that is the case tonight, those that are ചിലതിനെ ഓവർകം ചെയ്തവരാ. you will overcome some things. Shabara shakara. ഈ പദത്തിന്റെ അർത്ഥം നിങ്ങൾ അറിയണം. എന്നിട്ട് നമ്മൾ ശേഷിപ്പിനെ കുറിച്ച് 2 പദം പറഞ്ഞ് പ്രാർത്ഥിക്കും. You understand the meaning of this term and then we'll pray. ചെറിയ പ്രവാചകന്മാരും, So even the small prophets, വലിയ പ്രവാചകന്മാരും, even the big prophets, പഞ്ചഗ്രന്ഥങ്ങളും ന്യായപ്രമാണവും, even the 5 books and the book of സങ്കീർത്തനങ്ങളും, Judges and Psalms, എല്ലാത്തിനകത്തും in all these books, ദൈവം ഏതെങ്കിലും ഒരു റൂട്ടിൽ വന്നൊരു വാക്ക് എഴുതി വെക്കും. at a root God will come and write this term. ഒരു റെമനന്റ് ജനറേഷൻ എഴുന്നേറ്റ് വരും. Our remnant generation will rise up. വേദപുസ്തകത്തിന്റെ കീ പോലെ As the key of the Bible, ദൈവം എഴുതി വെച്ചിരിക്കുക, the Lord has written, ഒരു ശേഷിപ്പ് എഴുന്നേറ്റ് വരും. our remnant generation will rise up. ഞാൻ 1-2 പ്രവാചകന്മാർ പറഞ്ഞു 1-2 പദം പറയാം. Let me share some terms that the prophets have said. എന്റെ ഓർമ്മയിൽ നിൽക്കാത്തതുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. The ones that are in my memory. ആമോസിന്റെ പ്രവചനം 5-ാം അധ്യായം 15-ാമത്തെ വാക്യം എടുക്കണ്ട. Amos chapter 15 verse chapter 5 verse 15. ആമോസ് പറയുന്ന ഒരു പദമുണ്ട്. This is what Amos says. ശേഷിപ്പിന്റെ മേൽ ദൈവകൃപ വ്യാപരിക്കും. Upon remnant the grace of God operates. എന്നാൽ ആമോസ് പറയുക, കൃപ വ്യാപരിക്കുന്ന ഒരു ശേഷിപ്പ് എഴുന്നേറ്റ് വരും. So Amos says that a remnant will rise up upon whom the grace of God operates. ആമോസ് അത്രയും പറഞ്ഞപ്പോൾ സക്കറിയാവിന് സഹിച്ചില്ല. When Amos said that, Zechariah was not able to bear this. സക്കറിയാവ് പറഞ്ഞു, കൃപ വ്യാപരിക്കുമെങ്കിൽ, And he said, if grace will operate, ശേഷിപ്പ് എഴുന്നേറ്റാൽ അതിശയം നടക്കും. then if the remnant rises up, miracles will happen. ബാംഗ്ലൂർ പട്ടണത്തിൽ ശേഷിപ്പ് എഴുന്നേറ്റാൽ, In the city of Bangalore, if the remnants rise up, ഒരു വീട്ടിൽ ഒരു ശേഷിപ്പ് എഴുന്നേറ്റാൽ, in a home, if a remnant rises up, അതിശയം നടക്കും. supernatural will happen. മീക്ക വിട്ടില്ല. Meter was not put. പുള്ളി പറഞ്ഞു, ശേഷിപ്പാണോ? And he said, are you a remnant? ഏത് പബ്ബ് കൊണ്ടുപോയാലും, And even if a pub takes you, ഏത് ക്ലബ്ബ് കൊണ്ടുപോയാലും, no matter which club takes you, ഏത് അഴുക്ക് ജാലി പോയാലും, no matter which, ശേഷിപ്പാണ് റിട്ടേൺ വരും. if you are a remnant, you will come back. റിട്ടേൺ വരും. If you are a remnant, you will ഈ come സഭ back. ചിലത് റിട്ടേൺ വരും. In this church, some will return. Rashabara Shakara. Oh, Baba Baba Rasha. Shete. Rikara Hara Baba. എത്ര പേർക്ക് സന്തോഷമുണ്ട്? How many of you are happy? ഇത് റിട്ടേൺ അടിക്കുന്ന കാലം. This is a time of return. ഇമ്മാനുവേൽ, recall. ഇമ്മാനുവേൽ ഒരു മീറ്റിംഗ് തുടങ്ങുക, റീകാൾ. Emmanuel Pastor is starting a meeting, Recon.
ടിനു പാസ്റ്റർ വെച്ചൊരു മീറ്റിംഗ് ചെയ്യുവാ. Tinu Pastor, he's doing a meeting. ബാംഗ്ലൂരിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കയറി ചെല്ലണം. From Bangalore, he has to take a ticket and travel. ഒരാൾ പറയുക ശേഷിപ്പിന്റെ മേൽ കൃപ വരും. One person says, grace will come upon the remnant. അടുത്ത പ്രവാചകൻ പറഞ്ഞു, The next prophet says, ആഹാ, ശേഷിപ്പ് എഴുന്നേറ്റാ പിന്നെ അതിശയവാ. if the remnant rises up, then miracles happen. അടുത്ത ആൾ മാറി എന്നിട്ട് പറയാ, And the next prophet says, ശേഷിപ്പാണെങ്കിൽ if it is a remnant, എവിടെ കടന്നാലും wherever they go, മടങ്ങി വരും. they will return. നിന്റെ തലമുറ ശേഷിപ്പാണെങ്കിൽ If your generation is a remnant, കയറി വരൂ. they will come back. Shabara shababa. ഓ, അടുത്ത പദമൊക്കെ അങ്ങ് തുള്ളി നിൽക്കാൻ തോന്നും നമുക്ക്. The next term will make you jump. അത് പറഞ്ഞ ആരാന്നറിയാവോ? Do you know who said this? ഹഗായി. It was Haggai. എനിക്ക് ചെറിയ പ്രവാചകന്മാരോടുള്ള ഇഷ്ടം അതാ. And this is what I love about the small prophets. ഹഗായി പറയുവാ, Haggai says this, ശേഷിപ്പിന്റെ മനസ്സിനെ ദൈവം അങ്ങ് പിടിക്കും. the Lord will capture the heart of the remnant. എന്താണെന്ന് ഇപ്പൊ യങ് ജനറേഷൻ അകത്തൊരു റിവൈവൽ സംഭവിക്കുന്നത്? Do you know why there is a revival in the ശേഷിപ്പായതുകൊണ്ട് ദൈവം മനസ്സിനെ ഉണർത്തുക. Because the Lord is rising, waking up their hearts, because they are remnant. Yes. അടുത്ത പദം വേണം, തല കുത്തി എന്ന് പിടിച്ചോ. The next term you can jump and catch it. അത് ഞാൻ പിടിക്കും. I am going to catch it. ഞാൻ പിടിക്കും. I am going to catch it. ഞാൻ പിടിക്കും. I am going to catch it. അടുത്ത പദം പറഞ്ഞ ആരാന്നറിയാവോ? The next term who said this? യെശയ്യാവാ. Isaiah said this. വലിയ പുള്ളിയാ. And he is the big prophet. പുള്ളി പറയുവാ, And this is what he is saying. ശേഷിപ്പിന് പെരുവഴി ഉണ്ടാകും. Remnant will have a highway. ശേഷിപ്പിന് പെരുവഴി. Remnant will have a highway. Hope in Jesus. Hope in Jesus. ശേഷിപ്പാണെങ്കിൽ If you are remnant, നിന്റെ ചർച്ചിലോട്ട് ഒരു വഴി തന്നെ വരും. in your church a highway will come. Shababara Shakara. അടുത്ത പദം നിങ്ങളുടെ വാസ്ത്ര മെസ്സേജാ. Next term is the message for your pastor. ശേഷിപ്പാണോ? If you are a remnant, മഹത്വം കാണാതിരിക്കത്തില്ല. you will not go without seeing the glory. എത്ര പേരുണ്ട് എന്റെ കൂടെ? How many of you are with me? ശേഷിപ്പല്ല ഒന്ന് കര ഉയർത്തിയേ. If you are a remnant, lift up your hands. നിനക്ക് പെരുവഴി ഉണ്ടാകും. You will have a highway. ഇനി നമ്മൾ എടുത്ത വാക്യത്തിലോട്ട് കയറാം. Now let us step to the verse. ശേഷിപ്പാണെങ്കിൽ If you are a remnant, വെട്ടിയിട്ടാലും എഴുന്നേറ്റ് നിൽക്കാം. even if you are cut down, you will stand up. ഞാനിത് ചില ചർച്ചകളിൽ പ്രസംഗിച്ചു. And I preached this in some of the churches. ഞാൻ ഒരു സ്ഥലത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, And when I was sharing this in a place, എന്റെ പ്രസംഗ ജീവിതത്തിൽ ആദ്യമായിട്ടാ this is the first time in my life, ഒരു സിസ്റ്റർ ഓടി വന്ന് മൈക്ക് മേടിച്ചിട്ട് one പറഞ്ഞു, sister came running and took the mic. ഇവരാരും ശേഷിപ്പാണോ എന്ന് എനിക്ക് അറിയത്തില്ല, And she said, I don't know if they are remnants, പക്ഷെ ഞാൻ ശേഷിപ്പാ. but I am a remnant. ഞാൻ ചോദിച്ച കാര്യം എന്നാ? And I said, why? 65 ദിവസം ഐസിയുവിൽ കിടന്നിട്ട് എഴുന്നേറ്റ് വന്നാ പിന്നെ ശേഷിപ്പല്ലേ? She said, 65 days I was in the ICU and then I came from there. Am I not ഈ a remnant? കൊറോണയെ നീ അതിജീവിച്ചെങ്കിൽ, And if you overcame corona, ഈ പാൻഡമിക് സിറ്റുവേഷനെ നീ if you അതിജീവിച്ചെങ്കിൽ, overcame this pandemic, വെറുതെ അല്ല, not for nothing, you are a remnant. you are a remnant. Shababara Shakara. നീ ശേഷിപ്പായോണ്ടാ ഇവിടെ ഇരിക്കുന്നത്. It is because you are remnant you are sitting here. നിങ്ങൾ ശേഷിപ്പായോണ്ടാ ഇവിടെ ഇരിക്കുന്നത്. You are a remnant, that's why you are here. നിങ്ങളെക്കാൾ ചെറിയ പ്രശ്നം വന്നവരൊക്കെ പോയി. And many came and went. എല്ലാ കാലഘട്ടത്തിലും In every era, ദൈവത്തിനൊരു ശേഷിപ്പുണ്ടായിരുന്നു. Lord has a remnant. ഉൽപ്പത്തി പുസ്തകം എടുത്താൽ In the book of Genesis,
ന്യായവിധിയുടെ വെള്ളം മുങ്ങി പൊങ്ങി നിൽക്കുമ്പോൾ, and when the judgment water is high up, അടുത്ത തലമുറയെ തൊടാൻ, to touch the next generation, ഒരു പെട്ടകത്തിൽ ഒരു നോഹയും കുടുംബവും ദൈവം ശേഷിപ്പിച്ചു. in an ark there was a remnant which was Noah and his family. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പറഞ്ഞു, In the few days ago I said this, 66 പുസ്തകത്തിൽ നിന്ന് in 66 books 66 വാക്യം പഠിച്ചാൽ മതി. you just need to read 66 verses, ഈ ആയുസിൽ പിശാചിനെ ജയിക്കാം. and in this age you can be victorious over Satan. ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം പഠിച്ചാൽ മതി. If you read just one verse from one book, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം പറഞ്ഞാൽ മതി. from Genesis, if you know just one verse, എടാ പിശാചേ, hey Satan, അങ്ങനെ ഇടയ്ക്ക് വിളിക്കണം. and sometimes you need to call like this, എന്നിട്ട് പറയണോ, and then say, എടാ നിന്നെ സൃഷ്ടിക്കാനും and to create you, ഈ കാണുന്ന മുഴുവത്തെ സൃഷ്ടിക്കാനും, and to create everything that you can see, ഒന്നുകൂടെ പറഞ്ഞാൽ, to repeat, ഇമ്മാനുവേലെ മത്സ്യത്തെ സൃഷ്ടിക്കാൻ വെള്ളത്തിലോട്ടാ ദൈവം നോക്കിയേ. to create the fish, the Lord was looking at the water. മരത്തെ സൃഷ്ടിക്കാൻ മണ്ണിലോട്ടാ ദൈവം നോക്കിയേ. To create a tree, the Lord looked at the പക്ഷെ soil. നിന്നെ സൃഷ്ടിച്ചത് അവനിലോട്ട് നോക്കിയാ. But to create you, he looked at ഈ himself. ഒറ്റ പദം മതി. This one word is നീ enough. പിശാചിനെ ജയിക്കുക. You will be victorious over Satan. Hallelujah. ഇത് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പം And when I say this, എന്നോട് ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, one person asked me this, ലേവ്യ പുസ്തകത്തിൽ നിന്ന് എന്നാ ഞങ്ങൾ പിടിക്കണ്ടേ? in the book of Levi, what should we catch? എന്തുവാ? ലേവ്യ പുസ്തകത്തിൽ നിന്ന് എന്നാ പിടിക്കണ്ടേ? In Leviticus, what should we catch? ഞാൻ പറഞ്ഞ അച്ഛാ, And I said, Acha, ലേവ്യ പുസ്തകം കീയാ. in Leviticus, that is the key. ആ കീ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത്. That key has brought you here and made you sit here. അച്ഛാ, ലേവ്യ തുടങ്ങുന്നത് യാഗത്തിലാ. Leviticus starts with a sacrifice, പക്ഷെ ലേവ്യ പുസ്തകം തീരുന്നത് ഫെസ്റ്റിവലിലാ. but it ends in a festival. പിടിക്ക, ഇന്ന് രാത്രി ദൂതിനെ പിടിക്ക. Catch this revelation tonight. യാഗത്തിൽ തുടങ്ങി ഫെസ്റ്റിവലിൽ തീരുന്ന ഒരു യാഗത്തിനകത്താ നമ്മള്. And what started with the sacrifice ended in festival. That festival is where we are right now. ക്രിസ്തീയ ജീവിതം തുടങ്ങിയത് യാഗത്തിലാ. Christian life started in a sacrifice, ക്രിസ്തീയ ജീവിതം തീരാൻ പോകുന്നത് ഫെസ്റ്റിവലിലാ. but it will end in a festival. Hallelujah. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി. Those who believe, lifting up your hands. ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത് എങ്ങനാ? And how do you start? യാഗത്തിലാച്ചാ. ചവിട്ടുന്നിടത്ത് പ്രശ്നം ഉണ്ടച്ചാ. Wherever you keep your feet, മുറിയപ്പെടുന്നുണ്ടച്ചാ. problems are there. പക്ഷെ ഇത് അവസാനിക്കാൻ പോകുന്നത്, But it is not going to end. ഇത് അവസാനിക്കാൻ പോകുന്നത് The way it ends, ഫെസ്റ്റിവലിലാ. it is going to be in a festival. ഇതൊരു കൊയ്ത്തിൽ അവസാനിക്കാൻ പോകുന്നത്. This will start in a harvest. ആരോടൊക്കെ ദൈവം ഇടപെടാൻ പോകുകയാ? The Lord is speaking to someone. ഇന്ത്യക്കകത്ത് കൊയ്ത്തിന്റെ കാലമാ. You will see harvest in India. Come on. റിവൈവലിന്റെ കാലമാ. You will see revival. ഉണ്ടോ? Are you with me? ഉൽപ്പത്തിയിൽ In Genesis, ദൈവത്തിന് ഒരു നോഹയും കുടുംബം. the Lord, Noah and his family. പുറപ്പാടിൽ In Exodus, ദൈവത്തിന് ഒരു മോശയും കുടുംബം. Moses and his family for നിങ്ങൾ God. ഇങ്ങോട്ട് വായിച്ചു വന്നോ? And if you continue to read, എല്ലാ കാലഘട്ടത്തിലും in every era, ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. Lord has one remnant. അങ്ങനാണെങ്കിൽ And if that is the case, ഇതിനകത്തിരിക്കുന്ന നീ, you who is sitting in this place, ഈ തലമുറയുടെ ശേഷിപ്പാ. you are the remnant of this generation. നിങ്ങൾ ആ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ If you read the book of Genesis, നമുക്കറിയാം 365 ദിവസത്തിൽ കൂടുതൽ വെള്ളം ഭൂമിക്ക് മീതെ കടന്നു. the water was upon the earth more than 365 days. ഞങ്ങൾ കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കം 2018 വെള്ളപ്പൊക്കം. The biggest flood that we have ever seen is the flood in 2018. ഇവിടെ ഇരുന്ന് നാട്ടിലോട്ട് നിലവിളിച്ചവർ കാണും ഇതിനകത്ത്. And there would be many people sitting here who called in Kerala and you cried out. 4 ദിവസം കണ്ടേ നിന്നുള്ളൂ. The water was there only for 4 days. പക്ഷെ ഇവിടുത്തെ വെള്ളപ്പൊക്കം അങ്ങനെ അല്ല. But this flood is not like that. 365 ദിവസത്തിന് മുകളിൽ വെള്ളം. Over 365 days. എൻ്റെ അപ്പൻ ഒരു കൃഷിക്കാരനായോണ്ടേ, And because my father was a farmer, എനിക്ക് 100% അറിയാം. I know 100%. എത്ര സ്ട്രോങ് ആണെങ്കിലും No matter how strong you are, ഒരു 10 ദിവസമൊക്കെ വെള്ളം കടന്ന് എല്ലാം അടിച്ചു പോകും. if water stays on the land for over 10 days, everything will be gone. ഒരു വെളിപ്പാട് പറയുമ്പോൾ പിടിക്കണം. Let me share a revelation. You need to catch this. ഇമ്മാനുവേലെ 365 ദിവസത്തിന് മുകളിൽ പർവ്വതത്തിന്റെ മുകളിൽ വരെ വെള്ളം നിന്നിട്ടും
Even though over 365 days the water was even above every mountain. അടുത്ത ജനറേഷൻ പുറത്തോട്ട് ഇറങ്ങാൻ, For the next generation to step out, നോഹയ്ക്ക് ഒരു അടയാളം വേണം. Noah wants a sign. 365 ദിവസം വെള്ളം പർവ്വതത്തിന് മുകളിൽ കിടന്നിട്ടോ നോഹയ്ക്ക് അടയാളം കൊടുക്കാൻ ഒരു ഒലിവ് അവിടെ ഉണ്ട്. 365 days water was above every mountain on earth, but to give a sign to Noah, there is an olive branch. ആരെങ്കിലും ഉണ്ടോ കൂടെ? Are you with me? 365 ദിവസം, ഒരു വർഷത്തിന് മുകളിൽ Over 1 year, വെള്ളം കിടന്നിട്ടും though water filled the face of earth, അടുത്ത തലമുറ മഹത്വത്തിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ, for the next generation to step into glory, അടയാളം കൊടുക്കാൻ, to give them a sign. വേര് പട്ടുപോകാതെ, And there is a root, വെള്ളപ്പൊക്കത്തിന് പിടിക്കാൻ പറ്റാതെ, a tree that the flood could not catch, താഴെ നിന്നും മുകളിൽ നിന്നും പൊങ്ങിയ വെള്ളത്തിന് പിടിക്കാൻ പറ്റാതെ, water that rose from down till the top was not able ആ to catch. വെള്ളത്തിനകത്ത് ഒരു ഒലിവ് നിൽക്കുകയാ. In that water there is an olive standing. ഞാനൊരു ദൂത് പറയാ. Let me share a അന്ന് revelation. നോഹയുടെ പെട്ടകത്തിൽ നിന്ന് പറന്നിറങ്ങിയതുപോലെ ഒരു പ്രാവ്, That day, like a dove that set out of the ark of Noah. ഇതൊരു പ്രവചന ശബ്ദമാ. This is a prophetic voice. അന്ന് നോഹയുടെ പെട്ടകത്തിൽ നിന്ന് That day in Noah's ark, പറന്നിറങ്ങിയതുപോലെ the dove that set out, ഒരു പ്രാവ് a dove that flew ഇന്ന് out രാത്രി tonight ഈ പട്ടണത്തിന്റെ മീതെ, over this city, ചില കുടുംബങ്ങളുടെ മീതെ, upon some families. ആ, ലാബ്രാക്കാസി കാബാഹാരിയാക്കാസി, ലൈറ്റേറിയ തേസിയ കറ്റൽ ബ്രഹാറ്റസിയ. എന്തോ ദൈവം എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച. This is what ഈ Lord is showing me. പട്ടണത്തിനകത്ത് കിടക്കുന്ന ചില ശേഷിപ്പുകളെ, Some remnants on this city. ശേഷിപ്പാണോ? Are you a remnant? എല്ലാരും പിഴുതു പോകും. Everyone would lose and go away, പക്ഷെ നീ അതിനകത്ത് നിൽക്കും. but you will stand in the middle of it all. ഇതിനകത്ത് ഞാൻ ചില ശേഷിപ്പുകളെ കാണുകയാ. And I see such remnants in this place. പ്രതികൂലം വരാഞ്ഞിട്ടല്ല, And not because problems were not there, പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടല്ല, not because difficulties were പക്ഷെ not നീ there, ഇന്നും നിൽക്കുന്നതിന്റെ കാരണം but I see that you are still ഒരു standing, പ്രാവിന് കൊത്താൻ എന്തോ ഉണ്ട് നിന്നിൽ. so that a Hey. dove could come and pluck out of you. കേറി വാ. പോവല്ലേ, നമുക്ക് തിരിച്ചിവിടെ വരണം. We need to come back here. ഇടോ, 365 ദിവസത്തിലെ വെള്ളത്തിന് ഇവന്റെ വേര് അഴുകിക്കാൻ പറ്റിയില്ല. 365 days of water and the root of this olive could not be rot. കേറി വാ. Are you understanding? ഇത് എന്നാ മരവാ? What kind of tree is this? ദേവദാരു അല്ല, This is not സരളമരോ അല്ല, This is not even a cedar or a powerful tree. Oh, അതിരമരോ അല്ല, this is not any other powerful tree. എണ്ണ കൊടുക്കുന്ന മരവാ. This is a tree that gives oil. വെള്ളം തട്ടിയാൽ പണിയാ. And if water mixes in it, it's going to be a problem. എടാ, നീ ചിലതിനെ കത്തിക്കാനാണെങ്കിൽ, If you are set to burn some things, നീ ചിലതിന് വെളിച്ചം പകരാനുള്ളവനാണെങ്കിൽ, if you are supposed to give light to some, come on church. come on church. Eshababara shatara. Rinadara hanabara. എന്തോ പ്രസൻസ് അതിനകത്ത്. What a presence in this place. നീ വെളിച്ചം പകരാനുള്ളവനാണെങ്കിൽ, If you have been called to spread the light, മോനെ, ബലമുള്ള പല മരങ്ങളും ഈ വെള്ളത്തിൽ പട വിഴുകിപ്പോകും. dear son, many powerful trees will rot in this water. പക്ഷെ നോഹയ്ക്ക് വെളിച്ചം പകരണം. But Noah needs to spread the light. അടുത്ത തലമുറയ്ക്ക് വെളിച്ചം പകരണം. The next generation needs the light. നീ ഒരു ന്യായവിധിക്കകത്തും മുങ്ങത്തില്ല. You will not sink in any judgment. ഒരു ശാപവും നിന്റെ മേൽ വീഴത്തില്ല. No curse will fall upon you. ഒരു ബൗണ്ടറിക്കും നിന്നെ അടയ്ക്കാൻ പറ്റത്തില്ല. No boundary will be able to limit you.
എന്റെ പ്രശ്നം എന്നാന്നറിയാവോ? Do you know what is my problem? ഇത് വേറെ ഏതെങ്കിലും മരമായിരുന്നേ പിന്നെ നമുക്ക് അങ്ങ് ആശ്വസിക്കാം. If it is some other tree, we can still relax. അയ്യോ, ഇത് എണ്ണ കൊടുക്കുന്ന മരവാ. But this is a tree that gives oil. പുള്ളിക്ക് അങ്ങനെ വെള്ളത്തിലൊന്നും നിൽക്കാനുള്ള കഴിവില്ല. And this guy is not very capable of handling water. ഞാനൊരു ദൂത് ഇങ്ങനെ പറയാം. But let me share this revelation. ന്യായവിധിയുടെ വെള്ളം താഴേന്നും മേളിന്നും പൊങ്ങി. As the judgment of water rises from below and above. ബലമുള്ള പല മരങ്ങളും കടവിഴുകിപ്പോയി. And when many powerful trees were rot and they lost. നിന്റെ വശത്ത് 1000 പേര് വീഴുന്നത് നീ കണ്ടു. You will see 1,000 fall on your one നിന്റെ side. വലതുവശത്ത് 10,000 വീഴുന്നത് നീ കണ്ടു. On your right side you will see 10,000 പക്ഷേ fall. ഒരു ന്യായവിധിക്കും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. No judgment will be able to touch you. ആ ന്യായവിധിയുടെ വെള്ളത്തിലാണോ? ആണെന്ന്. Are you in the judgment water? Yes you are. പക്ഷേ നിന്നെ തൊടത്തില്ലെന്ന്. But it will not touch you. കാരണം നീ അടുത്ത തലമുറയുടെ അടയാളമാണ്. Why? Because you are the sign of the next generation. അത് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് ദൈവത്തെ ഒന്ന് If you സ്തുതിച്ച്. are sure, stand up and glorify നീ God. അടുത്ത തലമുറയുടെ You അടയാളമാണ്. are the next generation sign. വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തി. If you believe, lift your hands up. ആ, Yes. ലാ ബ്രക്കാറ്റാ ബ്രക്കാസിയ. Rasha baba baba rashitere. Rigana haradana manashibere. Ishahara dara baba baba. ഇടയ്ക്കൊക്കെ ഒന്ന് ചാടി എഴുന്നേറ്റോണം. In between you need to jump and stand. അയ്യോ, എന്നൊക്കെ പ്രതിസന്ധി വന്നിട്ട് നിൽക്കുന്നതാ ഇതൊക്കെ. No matter what problem came in your life, you are still standing. That's who you are. ഞാനൊരിക്കൽ തൃശ്ശൂർ പ്രസംഗിക്കാൻ ചെന്നു. Once I went to preach in Thrissur. ഒരാള് ഫ്രണ്ടിൽ വന്ന് നിന്നു. One man came to the front. അസാധാരണ ലുക്കുള്ളൊരു മനുഷ്യൻ. And his look is very supernatural. എനിക്ക് തന്നെ അങ്ങ് തോന്നി, ഓ ഇത്രയെങ്ങനെ വേണ്ടായിരുന്നു. And I thought it's a bit too much. പുള്ളി വന്ന് ഫ്രണ്ടിൽ നിന്ന് അങ്ങ് ഡാൻസ് ചെയ്യുന്നു. ചെറിയ ചാറ്റമഴയും കൂടെ ഉള്ളതുകൊണ്ട് ഡാൻസ് ചെയ്യുക മാത്രമല്ല, അങ്ങ് നിലത്തോടൊക്കെ കിടന്ന് ഉരുളുവോ. He came to the front and he's dancing, and there is a light drizzle, and he's rolling on the floor as well. ഞാൻ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ After the meeting, നമുക്ക് ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ. when we see such people, there is a joy in our heart. ഞാൻ ചോദിച്ചു, എന്തുവാ ഇങ്ങനെ അങ്ങ് ചാടുന്നേ? I asked him, why do you jump so much? ഓ ഭാഷ, ഒരു 3 കോടി കടമുണ്ടെന്ന്. Pastor, I have 3 crore loan on me. അന്ന് വൈകിട്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഒരു ഫോൺ കേട്ടത്. That evening I got a phone call. എടാ, നമ്മുടെ വീടിനപ്പുറത്തുള്ള മറ്റേ അച്ഛൻ അങ്ങ് ആത്മഹത്യ ചെയ്തെന്ന്. Do you know that uncle next to our home, he committed suicide? ഞാൻ ചോദിച്ചു, എന്താ പറ്റി? I said, what happened? 10,000 രൂപ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതിന് വിഷമിച്ച് ആത്മഹത്യ ചെയ്തെന്ന്. He loaned 10,000 rupees, he could not return, he was sad and he 3 committed കോടി suicide. ഉള്ളവൻ ഡാൻസ് ചെയ്യുവാ. The one who has 3 crore loan is dancing. നീ ശേഷിപ്പായതുകൊണ്ടാ. Because you are a remnant. Hope in Jesus. Come on. Jesus, come on. ശേഷിപ്പുകൾ ഇതിനകത്ത് തുള്ളണം. Let the remnants in this place dance. Resha baba baba shakara. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം ഇരിക്കണമെങ്കിൽ ഇരിക്കാം, നിൽക്കണമെങ്കിൽ നിൽക്കാം. 12:30 ആകുമ്പോൾ നിർത്തും. If you want to sit or if you want to stand, it's your choice. We'll stop at 10:30. 12:30 we will stop. 10:30? No, 12:30. Hallelujah. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ വീട്ടിൽ പോയി വായിക്കണം. Luke chapter 2, 25 verse onwards you need to read when you go home. അവിടെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുക. There one man is sitting. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല പ്രായമുണ്ട്. If you look at him, he is very old. നിങ്ങൾ ആരെങ്കിലും ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കണം. Now if you go and ask him, ഇരിപ്പ് കണ്ടിട്ട് എന്തോ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. the way you are sitting, it seems like you are expecting something. ഇരിപ്പ് കണ്ടാൽ അറിയാം എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ. The way you are sitting, it looks like you are expecting something. അദ്ദേഹം നിങ്ങളോട് ചിരിച്ചോണ്ട് പറയും. And he will smile and tell you, അതെ പ്രതീക്ഷിക്കുന്നുണ്ട്. Yes, I am expecting. നിങ്ങൾ ചോദിക്കണം, എന്താ? And you ask, what is it? ഒരുത്തം വരുമെന്ന് He പ്രതീക്ഷിക്കുന്നുണ്ട്. says, I am expecting that someone will come. അദ്ദേഹത്തോട് അല്പസമയം സംസാരിക്കണം. And speak to him for some time. ചോദിച്ചേ, Ask him, ആ റൂട്ട് ഒന്ന് പറയാവോ? can you please tell me that route? അദ്ദേഹം പറയും, And he will say, എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. I had a job. ആ ജോബ് എന്നാന്നറിയാവോ? Do you know what the job is? ഈ വചനം
ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് എഴുതണം. I need to write the words from one to the other. ആ കാലഘട്ടത്തിൽ In those times, ഒരു ചുരുളിലുള്ള വചനം what is written in one scroll, അടുത്ത ചുരുളിലേക്ക് എഴുതണം. you need to replicate it in the next scroll. ദൂതിനെ പിടിച്ചോണം. You need to catch this revelation. അങ്ങനെ ഇദ്ദേഹം പകർത്തി എഴുതുന്ന ജോലിയാ. So his job is to spread the writing. ഒരാൾ ഒറ്റയ്ക്കിരുന്നല്ല പകർത്തുന്നേ. And he's not one sitting alone and doing ഒരു this. കൂട്ടം ഒരുമിച്ചിരുന്ന. There is a group that sits together and they make copies. അങ്ങനെ ഒരു ദിവസം ശിമ്യോൻ എന്ന് പറയുന്ന മനുഷ്യൻ, So one such day, a man by the name Shimeon, ഒരു ചുരുളിലെ വചനം മറ്റൊരു ചുരുളിലോട്ട് ഇങ്ങനെ എഴുതുമ്പോൾ, as he's copying from one scroll to the other, ഒരു വേട് അദ്ദേഹം കാണുകയാ. he's seeing one word. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. Virgin will become pregnant and will give birth to a son. അദ്ദേഹം അവിടെ ഇരുന്നോട്ട് ഇങ്ങനെ പറഞ്ഞു, And he said this, ഇത് ഞാൻ കാണും. this I will see. സംഭവം പറയാം. And let me tell you the incidents. കൂടിരുന്ന പകർത്തി എഴുതിയ പലതും പറഞ്ഞുപോയി. And whatever he, many of those that copied along with him, many of them were lost. പക്ഷെ ശിമ്യോൻ മാത്രം പോകുന്നില്ല. But Shimeon is not going away. ഒന്നുകൂടെ പറയാം. Let me repeat. പകർത്തി എഴുതിയവന്മാരുടെ കൂട്ടത്തിലെ ശേഷിപ്പ്. And he is the remnant amongst those who made copies of the verses. കൂടിരുന്ന് എഴുതിയതെല്ലാം പോയി. And those who wrote with him, they were all gone. എന്താ കാര്യം എന്നറിയാവോ? Do you know why? അവർ ഒന്നിന്ന് മറ്റൊന്നിലോട്ട് പകർത്തി. They were spreading from one to the ശിമ്യോൻ other. അവിടുന്ന് ഇങ്ങോട്ട് പകർത്തി. But Shimeon was copying from there into his heart. പിടിക്ക ദൂതനെ പിടിക്ക. Catch this revelation. ചുറ്റുവരുന്ന എഴുതിയവര് Many who were sitting around him and ഈ writing ചുരുളിൽ നിന്ന് from this scroll, ഈ ചുരുളിലോട്ട് they എഴുതി. were writing into this scroll. ശിമ്യോൻ Shimeon, ഈ ചുരുളിൽ നിന്ന് this scroll, ഇങ്ങോട്ട് എഴുതി. he started writing here. ദൂത് പറയാ. Let me share the revelation. കൂടിരുന്നവന്മാര് മുഴുവൻ മരിച്ചുപോയി. When everyone around him പക്ഷെ was dead, ശിമ്യോനെ മരണത്തിൽ പിടിക്കാൻ പറ്റുന്നില്ല. but death could not hold Shimeon. ആ കാലഘട്ടത്തിലെ In that generation, ഈ മനുഷ്യൻ ഒരു ശേഷിപ്പാ. this man is a remnant. മരണം ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. Death is coming and peeking at him. പിടിക്കാൻ സമയമായോന്ന്. Is it time to catch him? മരണത്തെ നോക്കി ശിമ്യോൻ പറയും, And Shimeon looks at death and says, sorry, അവിടുന്ന് പകർത്തിയത് what you spread from there, ഇവിടെ ആയതുകൊണ്ട് because what is in the scroll is in my heart. കാണാതെ വരുന്നില്ല. I am not going to come until I see it. എല്ലാ ഭീതി ഇന്ന് പോണം. Let all fear go from your heart tonight. ഇന്ന് റെസ്റ്റ്. Today is the day of rest. ഉറക്കമില്ലാത്തതല്ല, ഇന്ന് പൂര ഉറങ്ങിക്കോണം. Those who did not get sleep, you are going to sleep very hard tonight. Amen. Shabababara Shakara. ശിമ്യോന്റെ കൂടിരുന്ന പലതും പോയി. And many who were with Shimeon were gone. പുള്ളി ഇങ്ങനെ ഇരിക്കുക. But Shimeon is sitting. പകർത്തി എഴുതിയ കൂട്ടത്തിലെ ശേഷിപ്പ്. The remnant amongst those who were writing and spreading the word. നീ ശേഷിപ്പാണോ? Are you a remnant? നീ ചിലത് കാണും. The devil you will see the word. അങ്ങനെ ഇരിക്കുമ്പോ, and when he's sitting like that, ഒരു ദിവസം one day, ഒരപ്പനും അമ്മയും, one mother and father, 8 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് they come with a child that is 8-year-old. യെരൂശലേമിന്റെ പടി ക്രോസ് ചെയ്തു. They cross the boundary of Jerusalem. ഈ ക്രോസ് ചെയ്തവർ വരുമ്പോഴേ, when they cross and they came, ആദ്യം ഇവർ ക്രോസ് ചെയ്തത് ആരെയാണെന്നറിയാവോ? do you know whom they crossed first? പരീശന്മാരെയാ. They first crossed the Pharisees. യെരൂശലേം ദേവാലയത്തെ പറ്റി പഠിക്കുന്നവർക്കറിയാം. Those who read about the Jerusalem temple, you know this. ഞാൻ കുറേ സമയം ഇങ്ങോട്ടാ നോക്കുന്നത്. Many times I'm looking this side. ഇനി നിങ്ങൾക്ക് വേണ്ടിയാ. Now the next is for you. പരീശന്മാരുടെ പ്രശ്നം എന്താണെന്നറിയാവോ? Do you know what is the problem of the Pharisees? അവർ വചനം വായിക്കുന്നുണ്ട്, പക്ഷെ അകത്തില്ല. They read the word, but it's not in them. ദാണ്ട പരീശന്മാരുടെ മുമ്പിൽ കൂടെ
8 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ട് ഒരു അപ്പനും അമ്മയും കയറി പോവാ. Right in front of the Pharisee, an 8-year-old child with the parents are passing by. 5 പ്രമാണ പുസ്തകങ്ങൾ And 5 books. ഏത് അർദ്ധരാത്രിയിൽ വിളിച്ചാലും Even in the middle of the night, if you ask them, കാണാതെ പറയാൻ പറ്റുന്ന, they can tell you by heart. പരീക്ഷന് മനസ്സിലായില്ല And that Pharisee did not അവൻ understand വായിച്ചുകൊണ്ടിരിക്കുന്ന വചനമാണ് ഈ പോകുന്നതെന്ന്. that the word that he was reading was walking right in front of them. Hey, come on church, come on church. Come on. അത് കഴിഞ്ഞ് അടുത്തൊരു പടിയിലോട്ട് കയറി. And the next step they took, താണ്ട യാഗപീഠത്തെ ക്രോസ് ചെയ്യുക. and here they are crossing the കുറെ പുരോഹിതന്മാർ അവിടെ ഉണ്ട്. the altar, and there are many priests who are there, ക്രോസ് ചെയ്തു പോകുകയാ. and they are crossing the priest, അവര് നിന്നിട്ട് and they are standing there, ആടിനെ അറുത്തിട്ട് പറയുക, and they have sacrificed ഇത് വെറും നിഴല്, the lamb, and says this പൊരുള് പുറകിന് വരും. the real one is ഹേ going to പുരോഹിതാ, come. Hey priest, നീ പറയുന്ന പൊരുള് താണ്ട പോകുന്നു. the real one that you are talking about is here, he's passing by. Come on church. Come on church. Shababara Shahara. പരീക്ഷ, Hey Pharisee, ഹോപ്പ് ഇൻ ജീസസിനെ ഞാൻ വേറെ തലത്തിൽ കൊണ്ടുപോകാൻ പോവാ. I'm moving Hope in Jesus into a different realm. നിങ്ങൾ ഇന്ന് ചിലതിനെ പിടിക്കും. You will catch some things tonight. ഇവിടെ ഒരുപാട് പേർക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. And many people here know so many things. പക്ഷെ അവരെല്ലാം നോക്കി നിൽക്കുമ്പോ While they are watching, നിങ്ങൾ ചിലത് ഈ പട്ടണത്തിൽ എടുത്തു വാഴ്ച. you will catch some things in this city. പരീക്ഷ പറയുന്നവൻ ന്യായപ്രമാണം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് അവൻ എഴുതി വെച്ചിരിക്കുന്ന വചനം. Pharisee knows the law completely, അങ്ങോട്ട് പോയി. and he went there. അവർക്ക് പിടി കിട്ടിയില്ല. They did not understand. അവരാണ് തകർത്ത് അറക്കും ആടിനെ. And they are sacrificing all the lambs, the priests. എന്നിട്ട് ആടിന്റെ രക്തം കയ്യിലെടുത്തിട്ട് പറഞ്ഞു, യോ ഇത് പറഞ്ഞു നിഴല് പൊരുള് പുറകിന് വരുന്നേ. They take the blood of the lamb and they say, this is just a shadow, the real one is coming. അന്നേരം അതാണ്ട് പൊരുള് കയറി പോന്നെ. And that is when the real one is walking from the same ഒരിക്കൽ place. ഒരുത്തൻ Once, പക്ഷേ എന്നെ റെവലേഷൻ ഓപ്പൺ ആകുന്ന ചർച്ച ഇത്. Pastor, what a revelation filled church is this? ഭയങ്കര കണക്ഷൻ. What a connection. ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു ശേഷിപ്പ്. Once one man had a remnant. യെരുശലേം ദേവാലയത്തിന്റെ പുറത്ത് നിന്നിട്ട് തിരിച്ചു പോവാ. He's standing outside the Jerusalem temple and he's returning. യെരുശലേം ദേവാലയത്തിന്റെ പുറത്ത്. He's outside the Jerusalem temple. ഐതോപ്യ രാജ്ഞിയുടെ He's the eunuch of the Ethiopian queen. സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. Now he is the one who handles their finances. പുള്ളി ആലയത്തിന് പുറത്ത് നിന്നിട്ട് തിരിച്ചു പോവാ. And he is standing outside the Jerusalem temple and he is കാരണം returning. പുള്ളിക്ക് ആലയത്തിൽ കയറാൻ പറ്റത്തില്ല. Because he is not able to step into the temple. പുള്ളി ഇങ്ങനെ യാത്ര ചെയ്യുന്ന വഴിയിൽ And he is, while he is traveling, ആലയത്തിനകത്ത് കയറിയില്ലെങ്കിലോ even though he could not enter the ഇവൻ temple, യാത്ര ചെയ്യുന്ന വഴിയിൽ while he is traveling in his route, ഇവനെ ക്രോസ് ചെയ്ത ഒരു ആട് കയറി വരികയാണ്. and there is a lamb that crosses him and enters. ഞാൻ എന്തോ ഈ പട്ടണത്തിനകത്ത് ചിലത് കാണുകയാണ്. And I'm seeing something in this city. പക്ഷെ ഞാൻ ഈ പട്ടണത്തിൽ ചിലത് കാണുന്നു. Pastor, I see some things in the city. ആലയത്തിൽ വന്നില്ലെങ്കിലും, Even though they did not come into the temple, ആലയത്തിൽ കയറാൻ പറ്റിയില്ലെങ്കിലും, even though they could not enter the എന്റെ temple, ദൈവം എന്നോട് പറയുന്നു, my Lord is telling ഈ me, പട്ടണത്തിൽ ചിലതിന് നേരെ കുഞ്ഞാട് കയറി വരാം. this city, against some directly the Son of God, the Lamb will go. ആലയത്തിനകത്ത് കയറാൻ അവൻ അവസരമില്ലായിരുന്നു. And there was no opportunity to enter the temple. അവൻ ഒന്നും അറിയത്തില്ല. He did not know anything. സാരമില്ല മോനെ, But it's okay, son. നിന്റെ യാത്രയിൽ നീ ആലയത്തിൽ കാണാത്തത് നിന്റെ യാത്രയിൽ കയറി വരും. In your journey, what you did not see in the temple will come and interfere in your journey. പരീക്ഷന് പിടികിട്ടിയില്ല. The Pharisee did not understand. പുരോഹിതന് പിടികിട്ടിയില്ല. The priest did not understand. ന്യായശാസ്ത്രിക്ക് പിടികിട്ടിയില്ല. The teacher of the law did not understand. പക്ഷെ ആലയത്തിനകത്ത് ഒരുത്തൻ എഴുന്നേറ്റു. But one in the temple rose up. ഞാൻ ഓരോ പ്രാവശ്യം ഈ അധ്യായം വായിക്കുമ്പോഴും Each time I read this chapter, പുള്ളി ഇങ്ങനെ സൈലന്റ് ആയിരുന്നു. and he was silent. പക്ഷെ ഒരു ദിവസം പുള്ളി ആത്മാവിൽ എഴുന്നേൽക്കുന്നത് ഞാൻ കണ്ടു. But one day I saw him rise up in the spirit. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, I asked him, എന്താ എഴുന്നേൽക്കുന്നേ? what is the reason? Why are you standing up? എന്താ ഈ ഒരു ഉണർവിന്റെ കാര്യം? What is the reason for this അദ്ദേഹം ഒരു revival? വാക്ക് എന്നോട് പറഞ്ഞു. And he told me this word. ഞാൻ എന്താണോ കാത്തിരുന്നത്, What I was waiting for, അത് വന്നിട്ടുണ്ട്. it has come. ഹേ, നിനക്ക്
നിനക്കെങ്ങനെ ഇത് മനസ്സിലായി? How did you understand? അവന്റെ മറുപടി, His answer. ശേഷിപ്പ് മഹത്വത്തെ കാണൂ. The remnant will see the glory. പിടിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? How many of you are catching this? ഞാൻ ആരോട് ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, I am prophesying to you. ശേഷിപ്പ് മഹത്വത്തെ കാണും. The remnant will see the glory. പറ, ശേഷിപ്പ് മഹത്വത്തെ കാണും. The remnant will see the glory. ആ വാക്ക് അതരം തുറന്ന് പറ, ശേഷിപ്പ്. Open your mouth and say, remnant. ശേഷിപ്പ് മഹത്വത്തെ കാണും. Remnant will see the glory. ശേഷിപ്പ് മഹത്വത്തെ കാണും. Remnant will see the glory. ശേഷിപ്പിനെ വെട്ടിയിട്ടാലും എഴുന്നേറ്റ് നിൽക്കാം. Even if remnant is cut down, he will rise up. അങ്ങോട്ട് വിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. I don't feel like leaving. ഒരൊറ്റ പ്രവചനം, Just one prophecy, ഒരൊറ്റ വാഗ്ദത്തം just one promise. ഉൽപ്പത്തി പുസ്തകത്തിൽ വന്നു. Genesis, സ്ത്രീയുടെ സന്തതി the offspring of the woman സർപ്പത്തിന്റെ തല തകർക്കും. will crush the head of the serpent. അന്ന് മുതൽ പൈശാചിക ലോകം ഉണർന്നു. And from that day the demonic realm woke up. ഒറ്റ ദൂത് പറയാം. Let me share a prophecy. പ്രോമിസ് ഉള്ളവർ ഇതിനകത്തുണ്ടോ? And are there those in here that have promises? Thank you Jesus. Emmanuel, Pastor Emmanuel, അങ്ങ് പറഞ്ഞൊരു പദം എന്നെ വല്ലാതെ പിടിച്ചു. what you spoke really caught up to me. പിശാചിന് പിടികൊടുക്കാത്തൊരു തലമുറ. A generation which does not give up to the Satan. അവര് ശേഷിപ്പാ. They are remnants. ഞാൻ ഈ ആറ്റിറ്റ്യൂഡ് പ്രസംഗിക്കാറ്. I preach about attitude. മനോഭാവം. The attitude. മനോഭാവത്തിന് പറ്റുന്ന രണ്ട് ക്രീച്ചേഴ്സ് ബൈബിളിനകത്തുണ്ട്. There are two creatures that are for attitude. ഒന്ന് കഴുകൻ. One is the eagle. രണ്ട് ലയൺ. The second one is lion. യഹൂദന്മാർ കൊടി നാട്ടി പാളയം അടിച്ചു കിടക്കുമ്പോഴേ, Jews, when they lift up their flags and they set up their tents, ഫ്രണ്ടിൽ കിടന്ന രണ്ട് കൊടി ഏതാണെന്നറിയാവോ? and the two flags that they see in front of them is this. കഴുകന്റെ മുഖവും സിംഹത്തിന്റെ മുഖവും. The one is eagle's face and the other is the lion's face. എനിക്ക് ഈ ആറ്റിറ്റ്യൂഡിനകത്ത് ഏറ്റവും ഇഷ്ടം പൗലോസിനെ. And I like Paul the most in this attitude. നമ്മൾ ശേഷിപ്പ് പിടിച്ചിട്ട് പോയാൽ മതി, നമ്മൾ പറഞ്ഞ സമയത്ത് നിർത്തും. We need to catch the remnant and go. എനിക്ക് ഫ്ലോ വന്നുകൊണ്ടിരിക്കുന്നു, നിർത്താൻ പറ്റത്തില്ല. I'm getting the flow, so I can't stop. നിങ്ങളാണ് ഇരിക്കുന്നുമില്ല. And you are not even sitting down. ഈ പൗലോസിന്റെ പ്രശ്നം എന്നാണെന്നറിയാമോ? Do you know what is the problem of Paul? പൈശാചിക ലോകത്തിന് ഒരിക്കലും പിടികിട്ടാത്ത മനുഷ്യനായിരുന്നു പൗലോസ്. Paul is a person that the demonic realm could never catch. ഇമ്മാനുവൽ പറഞ്ഞ പദം എന്നാന്നറിയോ പ്രശ്നം? Do you know what the problem is? പിശാച് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ആയിട്ട് വരും, പുള്ളി അതിനെ ഒരു ഉണർവാക്കി മാറ്റും. Satan will come up with some strategy and Paul will convert it into a revival. പിശാച് വിചാരിച്ച് ഈ മനുഷ്യനെ അങ്ങ് കെട്ടിയിടാന്ന്. Satan thought, let me tie him down. പിന്നെ പിശാചിന് മനസ്സിലായത്, അയ്യോ, then Satan understood, oh my God, അഴിഞ്ഞു നടന്നവനേക്കാളും ശക്തനാ ഇവൻ കെട്ടിയിട്ട. now he is even more powerful than he was free. നിന്നെ ചില കാലഘട്ടത്തിലേക്ക് പിശാച് ബ്ലോക്ക് ചെയ്തതുണ്ടല്ലോ, പിശാചിന് തന്നെ പിന്നെ പിടി കിട്ടണം. അബദ്ധമായി പോയി. When Satan binds you in some time period, he needs to understand he made a mistake. Yes. എന്നാ ഇത്? What is this? 7 വർഷം അടച്ചില്ലേ? 7 years did he not bind you? പിശാചിന് തോന്നണ അബദ്ധമായി പോയത്. Now Satan should feel like he made a mistake. കാരണം നിന്റെ അകത്തുനിന്ന് പുറത്തു വരുന്നത്, why? Because what is coming out of you നഷ്ടപ്പെട്ട മഹത്വത്തെ തിരിച്ചു പിടിക്കുന്ന ശമൂവേലായിരിക്കും. is the Samuel who is going to catch the glory that was lost. ഞാനിപ്പോ ചിന്തിക്കുന്നത് എന്നാന്നറിയാവോ? Do you know what I am thinking right now?
കൊറോണയൊക്കെ വന്ന എല്ലാ സഭകളെല്ലാം അടച്ചിട്ട് പിശാച് ഒന്ന് സന്തോഷിച്ചിരുന്നതാ. When Corona came, all the churches closed down and Satan was happy. ഇപ്പം പിശാചിന് മനസ്സിലായി Now Satan understood കൊറോണയും വേണ്ടായിരുന്നു, it was better never to have Corona. ഒരു കുന്ത്രാണ്ടവും വേണ്ടായിരുന്നു. No കാരണം Corona. എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി, Because everyone started to pray. എല്ലാവരും വെളിപ്പാട് പറയാൻ തുടങ്ങി. Because everyone started to speak revelation. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, Always observe this. എല്ലാ കണ്ടുപിടുത്തങ്ങളും വന്നിട്ടുള്ളത് Every findings stopped ഒരു പ്രതിസന്ധിക്കകത്തുനിന്ന്. in the middle of a problem. റൈറ്റ്? Every invention started in the middle of a problem. എല്ലാ കണ്ടുപിടുത്തങ്ങളും വന്നത് Every invention was born ഒരു പ്രതിസന്ധിക്കകത്തുനിന്ന്. out of a serious problem. കിണർ കുഴിച്ചിട്ട് വെള്ളമില്ലെന്ന് മനസ്സിലായപ്പോൾ അടുത്ത കണ്ടുപിടുത്തം വന്ന് കൊടുക്കണത്. And after digging a well, when the water could not come, the next finding was the ബോർവെൽ. bore well. ശ്രദ്ധിച്ചേ, Listen to this. പിശാചിന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ജനറേഷൻ പട്ടണത്തിൽ എഴുന്നേറ്റിരിക്കണം. A generation that is going to confuse Satan is going to come up. അതാ മഹത്വം വഹിക്കുന്ന തലമുറ. And that is the generation that carries glory. ഞാൻ പിശാചിന് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ദൂത് പറയാൻ പോവാ. I'm going to share a revelation which will confuse Satan. ഈ മനുഷ്യൻ ഒരു അസാധാരണ മനുഷ്യനാണ്. This man is a supernatural man. പിശാച് വലിയ പ്രോജക്റ്റുമായിട്ട് വരുവേ. Satan will come with a big project. പുള്ളി കൂളായിട്ട് ആ പ്രോജക്റ്റിനെ ഉണർവാക്കി അങ്ങ് മാറ്റും. He will cool in a cool way. He will take that project and make it a revival. പിശാച് പൗലോസ് റോമിൽ ചെല്ലാതിരിക്കാൻ വേണ്ടി മെലീത്തക്കകത്ത് കപ്പലുടച്ച് പൗലോസിനെ കൂട്ടത്തെ എല്ലാം കൂടെ കയറ്റി പിശാച് പറഞ്ഞു, തീർന്നടാ, ഇവിടെ ഞാൻ നിന്നെ തകർക്കാനുള്ള പാമ്പിനെ വെച്ചിട്ടുണ്ടടാ, കടിക്കുവിടാ, നീ ചത്ത് വീഴുവിടാ, മലർക്കുവിടാ, നീ വീർക്കുവിടാ എന്ന് പറഞ്ഞ് പിശാച് തിളച്ചിങ്ങനെ നിൽക്കുമ്പോൾ പൗലോസ് കുടഞ്ഞു കളഞ്ഞിട്ട് ആ ദ്വീപിനെ ഇങ്ങ് പിടിച്ചു. So that Paul could not enter Rome, the Satan brought the storm, broke the ship in the island of Malta, prepared a serpent to devour him. But Paul said, I'm going to convert, I'm going to win every soul in this island for Christ. Amen. Amen. ഇന്ന് ചിലതിനകത്ത് എഴുന്നേറ്റ് വരാൻ പോവാ. Some of you are going to rise up in this place. നിന്നെ വെട്ടിയത് അബദ്ധമായെന്ന് പിശാചിന് തോന്നണം. Satan should feel that he made a mistake. നിന്നെ കെട്ടിയിട്ടത് അബദ്ധമായെന്ന് പിശാചിന് He should തോന്നണം. feel that he made a mistake by tying you. പിശാച് ഇന്നേ ചെന്നറിയോ, റോമിൽ ചെല്ലരുത് വൻ. Do you know Satan did not want him to enter Rome? അതുകൊണ്ടായി കപ്പലൊക്കെ ഉടച്ച് That is why he broke the ship പുള്ളി ഇറങ്ങിയപ്പോഴേ പറഞ്ഞു പോവരുതെന്ന്. and he said don't go. ഈ മെലീത്തക്കകത്ത് കൊണ്ട് കയറ്റി. And he made him enter Malta. എന്നിട്ട് പിശാച് മാറി ഇരുന്ന് ചിരിച്ചിട്ട് പറഞ്ഞ്, And Satan laughed and said, നീ തലയിലെ മുടി കൊഴിയത്തില്ലെന്നൊക്കെ വാഗ്ദത്തം പറഞ്ഞല്ലേ കയറ്റിയിരിക്കുന്നേ. didn't you say the promise that the hair on your head will not fall? നേതാവിനെ തകർത്ത് ഞാൻ ഇവനെ തകർക്കും. But I am going to finish your leader and then destroy him. അങ്ങോട്ട് കയറി. And he entered. പിശാച് ഒരുക്കിയ തന്ത്രം, And the weapon that the Satan had planned, കറക്റ്റ് പൗലോസിനെ കയറി കടിച്ചു. it correctly bit Paul. 275 തൊട്ടില്ല. And it did not touch 275 of them. നിങ്ങളാരും ഇരിക്കുന്നില്ലേ? Are you not sitting down? 275 തൊട്ടു. The Satan did not touch anyone of them. തൊട്ടില്ല. It did not bite anyone. പക്ഷെ പൗലോസിനെ തൊട്ടു. But it bit Paul. പൗലോസ് കുറച്ചേരം ഇങ്ങനെ കൂടെ നിന്നു. And Paul just stood like this for some time. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്ന് കുടഞ്ഞു. After some time he just shook. പിശാചിന് മനസ്സിലായി, And Satan understood, കപ്പൽ ഉടയ്ക്കണ്ടായിരുന്നു. I should not have broken his ship. കടഭാരം വരുത്തണ്ടായിരുന്നു. I should not have put him in debt. തലമുറയെ വഴി തെറ്റിക്കണ്ടായിരുന്നു. I should not have taken his generation in the wrong path. ചുമ്മാതെ വീട്ടിൽ നിന്ന് ടിവിയും കണ്ട് സീരിയലും കണ്ടോണ്ടിരുന്ന അമ്മച്ചിയാ കൊച്ചുങ്ങൾ തെറ്റിയെന്ന് പറഞ്ഞപ്പോൾ ചർച്ച വന്ന് കയറി പിശാചിന്റെ പരിപാടി കൂട്ടി. Ammachi, one grandmother was quietly sitting and watching TV serials, but her children went astray and she stepped into the church. Now Satan's business is closed down. പൗലോസ് കുടഞ്ഞു. Paul shook. നിങ്ങൾ നിർത്തിച്ചില്ല, കപ്പലിലായിരുന്ന 275 രക്ഷപ്പെടത്തുള്ളായിരുന്നു. If he was in the ship, only 275 would have been saved. ഇപ്പൊ മെലീത്തയുടെ ഭരണാധികാരിയുടെ വീട്ടിൽ വരെ, പുബ്ലിയോസിന്റെ വീട്ടിൽ വരെ പൗലോസ് കയറി. Now Paul even entered the ruler of Malta's house. ബാംഗ്ലൂർ പട്ടണം ഒന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച്. Bangalore city, lift up your hands and glorify God. ഇത് ഫെസ്റ്റിവലാ. This is a festival.
പിശാച് നീ മെലീത്തക്കകത്തോട്ട് തകർക്കാൻ നോക്കിയ മെലീത്തയുടെ അവന്റെ ഗവർണറിന്റെ വീട്ടിനകത്ത് കയറി സഭയടിക്കും. Hey Satan, if you did plan to destroy in Malta, I will step into the governor of Malta's home, and from there I will break out a revival. പിശാചിന് മനസ്സിലായി ഞാൻ ചെല്ലും അവൻ പൊളിക്കും. Satan understood that if I go against him, he is going to crash all of my plans. പിന്നെ കുറെ കാലം കെട്ടിയിട്ട് നോക്കി. And then for a long time he tried to tie Paul. കുറച്ച് കഴിഞ്ഞപ്പോൾ പിശാചിന് മനസ്സിലായി. After some time he understood. അഴിഞ്ഞു നടന്നാൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. If he was free, he would not have been such a problem. കാരണം കെട്ടിയിട്ടപ്പോൾ. Because when he was tied down, പുള്ളി അങ്ങോട്ട് ലേഖനത്തിന് ജന്മം കൊടുക്കാൻ തുടങ്ങി. He started to write letters. എന്നാ പിശാച് വിചാരിച്ചു നീ അങ്ങ് അഴിച്ചു വിടാം. And Satan said, so let me just free him. അങ്ങോട്ട് അഴിച്ചു വിട്ടു നോക്കി. He freed him and പുള്ളി സഭ ജനിപ്പിക്കാൻ തുടങ്ങി. And he started to give birth to churches. കെട്ടിയിട്ട ലേഖനം ജനിപ്പിക്കും. If you tie him, he will write letters. അഴിച്ചു വിട്ട സഭ ജനിപ്പിക്കും. If you release him, he will give birth to churches. എഴുന്നേറ്റ് വാ. Rise up. How? Come on church, എഴുന്നേറ്റ് വാ. Come on church, rise up. പിശാചിന് പിടി കൊടുക്കാത്ത ഒരു തലമുറ. A generation that does not give up to Satan. Amen. Amen. ഒറ്റ വാഗ്ദത്തം. Just one promise. സ്ത്രീയുടെ സന്തതി, the seed of woman, സർപ്പത്തിന്റെ തല തകർക്കും. will crush the head of the serpent. ആ ഒറ്റ വേർഡിനകത്തല്ലേ, in that just one word, പിശാച് കൈയിന്റെ അകത്ത് കയറി ഹാബേലിനെ കൊന്നുകളഞ്ഞേ. Satan entered Cain and killed Abel. എന്തോ ദൈവം ഇടപെടുക കേട്ടോ. The Lord is speaking to someone. ചില അഭിഷക്തന്മാർ, some anointed ones, പിശാചിന്റെ കോട്ടകളെ തകർക്കുമെന്ന് ഭയന്ന്, and they feared that they will destroy the, ചിലതിനെ കരത്തിലെടുത്ത് ചിലതിനെ കൊടഞ്ഞു കളഞ്ഞു. the Satan tried to destroy some. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു, tonight I declare in the spirit, പിശാച് നിനക്ക് പിടി കിട്ടാത്ത ഒരു തലമുറ എഴുന്നേറ്റ് വരും. Satan, a generation will rise which you will not be able to hold on to. നിങ്ങൾ ആത്മമണ്ഡലത്തിലേക്ക് ഒന്ന് കയറണം ഇന്ന് രാത്രി. Tonight you need to step into the spirit realm. പിശാചിന്റെ കോട്ടകളെ തകർക്കേണ്ട ഒത്തിരി എണ്ണത്തെ പിശാച് മറ്റുള്ള പലരെയും വെച്ച് തകർത്ത് കളഞ്ഞു. Many who were supposed to destroy the strongholds of the enemy destroyed them through many situations. പിശാച് ഇനി നിനക്ക് ഒരുത്തനെ പിടിക്കാൻ കിട്ടത്തില്ല. But Satan, now you will not be able to catch another one. കയീനെ വെച്ച് ആബേലിനെ കൊന്നു കളഞ്ഞു. He used Cain to kill Abel. നിങ്ങൾ നോക്കിയേ, ഓരോ പുസ്തകത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പ്രോമിസ് ഉണ്ടെന്ന് തോന്നുന്നതിനെ മുഴുവൻ പിശാച് തകർത്തു കളഞ്ഞു. If you focus on every book, wherever Satan sees that there is a promise, he will try to destroy. ആകെ യാക്കോബിന് ഒരു പെങ്കൊച്ചേ ഉള്ളായിരുന്നു. There was only one daughter that Jacob had, Dinah. അവളെയും തകർത്തു കളഞ്ഞു. He destroyed her as well. പക്ഷെ പിശാചേ, but hey Satan, നീ ഇത്രയും നാൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത് കൊമ്പാ. so far what you were cutting was just the top. എടാ, നിന്റെ തലയെ തകർക്കാനുള്ളവൻ, the one who is going to destroy your head, കൊമ്പിൽ നല്ലടാ വരുന്നേ. he is not going to come from ഇശായിയുടെ കുറ്റിന്ന്. he will come from the stump of Israel. Hey, come on church, come on church. Come on church. Come on. നിന്റെ തലയെ തകർക്കാനുള്ളവൻ, the one who is going to destroy എഴുന്നേറ്റ് വരാൻ പോകുന്നത്. where is he going to rise up from? He is that generation. കൊമ്പ് വെട്ടി കളിക്കുക പിശാച്. The Satan is just trying to cut off the tip. പുള്ളിങ്ങനെ മേള് വെട്ടുക. He's just cutting the top of the plants. പോട്ട പിശാചേ, stupid Satan, നീ കൊമ്പ് വെട്ടി കളിക്കുക അല്ലേ? you are playing by cutting the top. എടാ, നിന്റെ തലയെ തകർക്കാനുള്ളവൻ, but the one who is going to crush your head, കൊമ്പിൽ നല്ല വരാൻ പോകുന്നേ. he is not going to come from the top. കുറ്റിക്കകത്തുനിന്ന് he is going to come from the stump. നിന്റെ തല തകർക്കാനുള്ളവൻ, the one who is going to destroy your head, കൊമ്പിൽ നല്ല വരുന്നത്. he is not going to come from അവൻ the top. ദാവീദിന്റെ വേരാ. he is the root of David. Hey, come on church. Come on church. പിശാചിന്റെ തലയെ തകർക്കുന്നത്, the one who is going to destroy the head of Satan, കൊമ്പിലല്ല, is not from the top. അത് ശേഷിപ്പിലായിരിക്കുന്നത്. he is going to come from the remnant. ഇശായിയുടെ കുറ്റിന്ന് ഒരു മുള വരും. From Jesse's stump there will be a sprout. ഇശായിയുടെ കുറ്റിന്ന് ഒരു മുള വരും. Jesse's stump there will be a growth. കരുവേലകവും കരിമരം വെട്ടിയാലും കുറ്റി ശേഷിക്കും. and even if those trees are cut down, the stump remains. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ശേഷിപ്പായിരുന്നു. if that is the case, then Christ was a remnant.
ഈ ജനറേഷൻ ശേഷിപ്പിൽ ജനിച്ചവരാ. This generation was born in the remnant. എന്റെ കൂടെ ഉണ്ടെങ്കിൽ come on church. If you are with me. La brakasi katabra katabra kasia katabra. La brahasiya tabrahasiya. Shahara baba baba. ശേഷിപ്പുകളെ ദൈവം മറച്ചു വെക്കും. Lord will fill the remnants. നീ വെട്ടി പോടാ, കൊമ്പ് വെട്ടി പോടാ. You go and cut the tops. ചില ദിവസം കഴിയുമ്പോ But after some time, നീ എല്ലാ പദ്ധതിയും തീർന്നെന്ന് ചിന്തിച്ച് when you think everything is over, യോഹന്നാനെ വെട്ടി കൊമ്പാ. you cut John. എന്തിനാ യോഹന്നാനെ വെട്ടിയേ? Cut John and killed him. ഒരു പെണ്ണ് നൃത്തം ചെയ്ത് Because one woman danced അമ്മയോട് ചോദിച്ചു. and she asked mother. രാജാവ് ചോദിക്കുന്ന എന്നാ വേണമെന്ന്. The king is asking, what do you want? അമ്മ മോളോട് പറഞ്ഞേ. And mother is saying, അവന്റെ തല ഇങ്ങ് ചോദിച്ചു. just ask for his head. സഭ എന്നെ ശ്രദ്ധിക്കണം. Church, listen to me. Come on. അമ്മ എന്നാ പറഞ്ഞേ? What did mother say? എടാ ഒരു രാജ്യത്തെ രാജാവ് പറയുക രാജ്യത്തിന്റെ പകുതി വേണേ തരാന്ന്. One king of a nation is saying, I can even give half of the nation. പക്ഷെ മോളോട് അമ്മ പറയുവാ. But this is what the mother tells the daughter. മോളെ, daughter, നമുക്ക് രാജ്യത്തിന്റെ പകുതി വേണ്ട. we don't need half of the kingdom. ദാണ്ടാ നിൽക്കുന്നവന്റെ തല ഇങ്ങ് ചോദിക്കും. But that one who's standing, ask his head. നിങ്ങൾ ചിലപ്പോ അമ്മയായിട്ടായിരിക്കും അവളെ കാണുന്നേ. You might be seeing her as the mother. ഞാൻ അവിടെ പുറകിൽ നിന്ന് ആ പൈശാചികനെയാ കണ്ടത്. But I see the Satan that was standing behind her. ഇവന്റെ ചിന്ത എന്താണെന്നറിയാവോ? You know what is his thought? യോഹന്നാനാ ക്രിസ്തുവെന്നാ. And he thinks that John is Christ. അവന്റെ തല അങ്ങ് വെട്ടി. Let me cut his head. അയ്യോ നീ വെട്ടിയത് കൊമ്പാ. The one you cut was the top. കുറ്റിക്കകത്ത് കിടക്കുന്നു. The stump is about to come. പിടിക്ക്. Come on church. Come on church, catch this. ഇന്ന് പകൽ ചിലതിന്റെ തല ചവിട്ടുന്നു. This day you are going to crush, trample some heads. ഇന്ന് രാത്രി ഒരു ശേഷിപ്പ് ഇതിനകത്ത് എഴുന്നേറ്റ് വരാൻ പോകുന്നു. The remnant is going to rise from here. ശേഷിപ്പിന് എന്നാ പ്രത്യേകത? What is the speciality of a remnant? പിശാചിന് പിടികിട്ടത്തില്ല. They will never give in to the Satan. പിശാചിന് മനസ്സിലാകത്തില്ല. Satan will never understand them. ചിലവൻ പിശാച് നോക്കുമ്പോൾ ഇങ്ങനെ സൈലന്റ് ആയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. When the Satan says, they will just be quiet and silent. ഉള്ള പിശാചെ അവൻ എഴുന്നേറ്റ് നിന്റെ തല തകർക്കും. You liar Satan, he is going to rise up and crush your head. ശേഷിപ്പുകളെ കരങ്ങൾ ഉയർത്തിയേ. The remnants, lift up your hands. നീ ചിലതിനെ തകർക്കാൻ പോകുകയാ. You are going to crush some. നീ ചിലതിനെ കീഴടക്കാൻ പോകുകയാ. You are going to overcome some. വെട്ടിയിട്ടാലും കെട്ടിയിട്ടാലും എഴുന്നേറ്റ് നിൽക്കാൻ പോകുകയാ. Even if cut down, even if tied down, you will rise up. പിശാച് വെട്ടട്ടെന്ന്. Satan, let him cut. അഭിഷക്തന്മാരെയൊക്കെ The anointed ones, മറഞ്ഞും ഒളിഞ്ഞു വരുന്നു. they hid. ചിലതിനെയൊക്കെ വെട്ടിയിടുമ്പോ And when some of them were cut down, നിനക്ക് തെറ്റിപ്പോയി. and Satan made a mistake. ഇതിനകത്ത് നിൽക്കുന്നതേ Many of those that are standing in here, നിനക്ക് പിടി കിട്ടിയില്ലല്ലേ? they were not, you were not able to catch ചില them. വീടിനകത്ത് മറഞ്ഞു കിടന്ന ശേഷിപ്പുകളാ. There are remnants that were hidden in some homes. തൊടാൻ പറ്റത്തില്ല നിന്നെ. You will not be able to catch them. തൊടാൻ പറ്റത്തില്ല നിന്നെ. You will not be able to catch them. തൊടാൻ പറ്റത്തില്ല നിന്നെ. You will not be able to catch them. നീ വെട്ടിക്കോ. You cut as much as you നീ want. വെട്ടിയിട്ടോ. You can cut down. എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. I am not able to stop. ഒരിക്കലും ഒരു മനുഷ്യനെ Once a man, യോബ് 29:19 Job 29:19, പുള്ളി പറയുവാ, and he says, എന്റെ വേര് വെള്ളത്തോളം പടർന്നു ചെല്ലും. my root will spread as far as the waters. എനിക്കത് വായിച്ചപ്പോ ഒരു ചിന്ത. When I read that, this thought came, എന്താ യോബേ പറയുന്നേ? hey Job, what are you saying? യോബ് പറയും, Job will say, ഞാനൊരു വൃക്ഷമായിരുന്നു. I was a tree. എൻ്റെ ഇല പോയി. I lost my leaves. എൻ്റെ ഫലം പോയി. I lost my fruit. എൻ്റെ കൊമ്പ് പോയി. I lost the top. എൻ്റെ തടി പോയി. And I also lost my beard. I lost my trunk as well. ഇല പുള്ളിയുടെ സമ്പത്തായിരുന്നു. So the leaf was his wealth. ഫലം പുള്ളിയുടെ മക്കളായിരുന്നു. Fruit was his children. കൊമ്പ് പുള്ളിയുടെ ഭാര്യയായിരുന്നു. The branches was his wife. തടി പുള്ളിയുടെ ശരീരമായിരുന്നു. The trunk was his own body. ഫുള്ള് പോയി. Everything he lost. മൊത്തം വെട്ടി. Everything was cut down. പക്ഷെ യോബ് 29:19 യോബ് പറയുക, But in Job 29:19, Job says, ഇല പോയി.
the leaf was gone, ഫലം പോയി, the fruit is lost, കൊമ്പ് പോയി, the stem is gone, തടി പോയി, and the trunk is gone, പക്ഷെ ശേഷിപ്പടി കിടപ്പുണ്ട്. but the root is still there, the remnant. ഈ ശേഷിപ്പ് ആരാന്നറിയാമോ? Do you know who is this remnant? യോബ് പറയുന്നു, Job says, എന്റെ ഇല പോയി, and I lost the leaf, എന്റെ ഫലം പോയി, lost the fruit, എന്റെ കൊമ്പ് പോയി, lost the branch, എന്റെ തടി പോയി, lost the trunk. പക്ഷെ ആർക്കും കാണാൻ കഴിയാത്ത നിലവാരത്തിൽ But so that no one could see, വെള്ളത്തിന്റെ ഗന്ധം അടിച്ചാൽ ചലിക്കുന്ന one the root which can move by the smell of water. വെള്ളത്തിന്റെ ഗന്ധം അടിച്ചാൽ ചലിക്കുന്ന If the root can smell water, it will move. ഒരു ശേഷിപ്പ് എനിക്കുണ്ട്. Such a remnant I have. യോബ് പറയും, എന്റെ വേര് പോയിട്ടില്ലെന്ന്. Job says, I have not lost my root. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? If you're understanding. ഞാൻ ആ വേരിലോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി. And I carefully look at that root. എനിക്ക് ഒരു കാര്യം മനസ്സിലായി. I understood one ഈ thing. വേര് ആരാന്നറിയാവോ? Do you know who is that? ഇത് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു. Romans Paul ക്രിസ്തു എന്ന വേര്. Christ who is the root. Hey. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നു. Revelation John says, ദാവീദിന്റെ വേര്. the root of David. ആ ശേഷിപ്പ് ഈ രാത്രിയിൽ എഴുന്നേറ്റ് വരികയാണ്. That remnant is rising up tonight. Beshahara dana karama mama. Rizdiana dana harama. ശേഷിപ്പാണെങ്കിൽ വെട്ടുകൊള്ളുവെന്ന്. If it is the remnant will receive the cut. ദൈവസാന്നിധ്യം, presence of God. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാനൊരു ശേഷിപ്പാണ്? How many of you are sure that you are a remnant? എന്നെ വല്ലാതെ ദൈവസാന്നിധ്യം പിടിക്കുന്നു. And there is a powerful presence of God moving in this place. എനിക്ക് ഉറപ്പാ ഞാനിവിടെ നിൽക്കുന്നത്. I'm sure that the reason I'm standing here എന്റെ കുടുംബത്തിലെ ശേഷിപ്പ് ഞാനായിരുന്നു. is because I'm the remnant of my family. ഈ തലമുറയുടെ ശേഷിപ്പ് ഞാനാ. I'm the remnant of this generation. ശേഷിപ്പിന് മരണത്തെ പൊട്ടിക്കാൻ പറ്റും. The death cannot stop the remnant. ഇന്ന് രാത്രിയിൽ ഈ ഡോർ തുറന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത് ശേഷിപ്പുകളാ. Tonight, after opening this door, the ones who will step out will be the remnants. എന്തോ അസാധാരണ ദൈവസാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുക. Supernatural presence of God is moving. നീ ഒരു ശേഷിപ്പാ. Hey, you are a remnant. പിശാചിന് പിടിക്കാൻ പറ്റാത്ത ശേഷിപ്പ്. A remnant that Satan cannot catch. പിശാചിന് പിടികിട്ടാത്ത ശേഷിപ്പ്. A remnant which does not give in to the Satan. ആ കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി. Lift those hands up to heaven. ആ ഒലിവിന്റെ ഇല പോലെ like the leaves of ഇന്ന് olive. രാത്രി ബാംഗ്ലൂർ പട്ടണത്തിന്റെ മീതെ Tonight upon the city of അന്ന് Bangalore, നോഹയുടെ പെട്ടകത്തിന്റെ വാതിൽ തുറന്ന് as the door of Noah's ark were opened, നോഹ ഒരു പ്രാവിനെ പറത്തിവിട്ടതുപോലെ and as Noah set out a dove, ഇന്ന് സ്വർഗം തുറന്ന് today heaven is opening, പരിശുദ്ധാത്മാവ് and the Holy Spirit ഒരു പ്രാവ് പോലെ like a dove പട്ടണത്തിന്റെ മീതെ ചിറക് വിരിച്ചു നിൽക്കുകയാ. is spreading Yes, out its yes, wings yes. over the city. Yes. Hey, Baba Barasha. Hey. Ha. ഇന്ന് രാത്രി ഞാനൊരു കാഴ്ച കാണുകയാ. Tonight I see this vision. ഈ പട്ടണത്തിൽ നിന്ന് ചില ശേഷിപ്പുകളെ Upon this city some remnants. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് കൊത്തിയെടുക്കാൻ പോവുകയാ. Tonight the Holy Spirit is going to bite and pluck out. Rimana Shababa Baba Haramama. Rimene Shikara Baba. Dashdiriye Radana Rashdiriye. Nimana Haramama. ഇനി നിന്റെ മുൻപിൽ ഒരു വഴിക്ക് അടയാൻ പറ്റത്തില്ല. Now no door can close in front of you. കാരണം നീ പെരുവഴിയാ. Because you are a highway. Rishdana Haradana. ദൈവശക്തി, The power of God, ദൈവസാന്നിധ്യം ഇതിനകത്ത് തൊടുകയാ. presence of God is touching. ദൈവസാന്നിധ്യം ശരീരങ്ങളെ തൊടുകയാ. Presence of God is touching your bodies. വ്യക്തികളെ തൊടുകയാ. It is touching people.
നിങ്ങൾ പ്രാർത്ഥിച്ചോ. Pray, start to pray. നീ ശേഷിപ്പ, You are a remnant. പിശാചിന് പിടികിട്ടാത്ത ശേഷിപ്പ്. A remnant which Satan cannot catch. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി. Lift all hands towards heaven. How great